بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على نبينا ورسولنا وسيدنا ومولانا محمد من أضاء به الظلمات وهدانا إلى صراطك المستقيم السلام عليكم ورحمة الله وبركاته. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലെ രണ്ടാമത്തെ സെഷനിലാണ് ഉള്ളത്. ആദ്യത്തെ സെഷനിൽ നമ്മൾ ശരിയ സ്ക്രീനിങ് നോംസിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ ആണോ എന്നതിനെ കുറിച്ചും ശിർക്കത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെ കുറിച്ചുമൊക്കെ സംസാരിച്ചു. നമ്മൾ കഴിഞ്ഞ തവണ വിദ്യാർത്ഥി ഭവനത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിലാണ് അതെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. അപ്പോ ആ സെഷനിൽ വന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഫ്ലോ ഉണ്ടാവും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ മെറ്റീരിയൽസ്, അതിന്റെ വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർക്ക് വീണ്ടും നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷനും ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള പക്ഷം അത് വീണ്ടും ഷെയർ ചെയ്യാം. അപ്പോ പിന്നിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് പറയുക. അപ്പൊ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ അവറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മള് ശരിയ സ്ക്രീനിങ് നോംസിനെ കുറിച്ച് പറഞ്ഞു. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള പ്രാക്ടീസസിനെ കുറിച്ചാണ് നമുക്ക് പറയാം. അതായത് ഷെയർസ് സ്ക്രീൻ ചെയ്യുമ്പോൾ ഇസ്ലാമികമായി നമ്മൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. ഇനി അത്തരം ഷെയറുകളിൽ ആണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ട്രേഡിംഗ് പ്രാക്ടീസസിനെ കുറിച്ചാണ് പറയുക. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ്. ഷോർട്ട് സെല്ലിംഗ്. അപ്പോ എന്താണ് ഷോർട്ട് സെല്ലിംഗ്? ഇവിടെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോയാൽ ഒന്നാകും. ഷോർട്ട് സെല്ലിംഗ് ലത്തീഫ് സാഹിബ് പറയും. അല്ല, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ കയ്യിൽ ഷോർട്ട് ആയിട്ടുള്ള ഷെയർസിനെ സെല് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് വിൽക്കാം. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ട്രേഡേഴ്സ് കമ്മ്യൂണിറ്റി, ആ ട്രേഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിക്ക് ഇന്റർമീഡിയറ്റ്സ് തരുന്ന ഒരു സൗകര്യമാണ് ഷോർട്ട് സെല്ലിംഗ്. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഷെയർ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പേര് റിലയൻസ് എന്ന് പറയുന്ന ഒരു ഷെയർ ഉണ്ട്. ആ ഷെയർസ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ നിങ്ങൾ പ്രതീക്ഷകളാണ് എന്ന് പറഞ്ഞ അസസ്മെന്റ്, പ്രൈസ് അസസ്മെന്റുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തോ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് കൊണ്ട് ആ ഷെയറിന്റെ പ്രൈസ് താഴത്തേക്ക് വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷെ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ആ ഷെയർ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ തന്നെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഉദാഹരണത്തിന് 100 റിലയൻസ് നിങ്ങൾ സെല് ചെയ്യുമ്പോൾ കോമൺ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? സെല്ല് ചെയ്ത ആൾ വാങ്ങിയ ആൾക്ക് ആ സാധനം കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പുറത്തൊരു ബയർ ഉണ്ട്. അപ്പൊ അതെങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിൽ? അതിന് ബ്രോക്കറുടെ കയ്യിൽ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ ഇന്റർമീഡിയറ്റിന്റെ കയ്യിൽ എന്തുണ്ടാക്കണം? ഈ ഷെയർസ് ഉണ്ടാവണം. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്? നിങ്ങൾ സെല്ല് ചെയ്യുന്നു, നിങ്ങളുടെ കയ്യിൽ ഓണർഷിപ്പോ പൊസഷനോ ഇല്ല, അപ്പുറത്തൊരു ബയറുണ്ട്. ആ ബയറെ സംബന്ധിച്ചിടത്തോളം അയാൾ വാങ്ങിച്ച സാധനത്തിന്റെ ഡെലിവറി അയാൾക്ക് കിട്ടണം. അതെങ്ങനെ എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ? അയാൾക്ക് ആ ഡെലിവറി കൊടുക്കുന്ന ഒരാള് ഉണ്ടാകണം. അപ്പൊ നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂട്ട് ആകും, അത് കംപ്ലീറ്റ് ആകും എന്നുള്ളത് ആരാണ് ഉറപ്പു തരേണ്ടത്? നിങ്ങളുടെ ഇന്റർമീഡിയറിയാണ് ഉറപ്പു തരേണ്ടത്.
അപ്പൊ ഇന്റർമീഡിയറിക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു ഇന്റർമീഡിയറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്ലയൻസ് അയാളുടെ കയ്യിൽ ഉണ്ടാകും. ഇവരെല്ലാം വാങ്ങിക്കുന്ന ഷെയറുകൾ ആദ്യം പോകുന്നത് എവിടെയാണ്? ഒരു പൂൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്. പിന്നെ സെറ്റിൽമെന്റ് നടക്കുമ്പോഴാണ് അവരുടെ ഇൻഡിവിജ്വൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇത് ക്രെഡിറ്റ് ആവുക. അതുകൂടാതെ ട്രേഡറുടെ കയ്യിൽ പ്രൊപ്രീറ്ററി അക്കൗണ്ടും ഉണ്ടാകും. അപ്പോ ഈ പൂൾ അക്കൗണ്ടിലോ പ്രൊപ്രീറ്ററി അക്കൗണ്ടിലോ നിങ്ങൾ ഷോർട്ട് ചെയ്യുന്ന ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഷോർട്ട് ചെയ്യാനുള്ള അനുവാദം ആര് തരികയുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള പെർമിഷൻ, ട്രേഡിംഗ് പെർമിഷൻ ആര് തരികയുള്ളൂ? ബ്രോക്കർ തരും. ഓക്കെ. അപ്പോ നിങ്ങളുടെ കയ്യിലില്ലാത്ത, ഇഫക്റ്റീവ്ലി ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു ഷെയർ എക്സ് നമ്പർ ഓഫ് ക്വാണ്ടിറ്റി നിങ്ങൾ ആദ്യമേ തന്നെ സെല്ല് ചെയ്യുന്നു. അത് ആര് നിങ്ങൾക്ക് വേണ്ടി ഡെലിവർ ചെയ്യും? ബ്രോക്കർ നിങ്ങൾക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ്ലി നിങ്ങൾ ഷെയർസ് ബോറോ ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ഷോർട്ട് സെല്ലിംഗ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഷെയറിൽ പ്രൈസ് ഫോൾ ചെയ്യും എന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നിട്ട് ലേറ്റർ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മെറ്റീരിയലൈസ് ആകുമ്പോൾ, ഉദാഹരണത്തിന് 2500 രൂപയിലാണ് നിങ്ങൾ ഷോർട്ട് ചെയ്തത്, 2300 പ്രൈസ് കുറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ആ ഷെയർസ് ബൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കടം തന്ന ബ്രോക്കർക്ക് അത് റീപ്ലേസ് ചെയ്യുന്നു. അയാൾ ഓൾറെഡി അത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോ പൊസിഷൻ സ്ക്വയർ ആയി. ആദ്യമുള്ള പൊസിഷനിലേക്ക് വന്നു. അപ്പൊ ആദ്യം 100 ഷെയർസ് നിങ്ങൾ ഷോർട്ട് ചെയ്തപ്പോ നിങ്ങൾ -100 ആയിരുന്നു. നിങ്ങൾ ലേറ്റർ പർച്ചേസ് ചെയ്ത് അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷൻ 0. ഇതൊരു കോമൺ പ്രാക്ടീസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ആളുകൾ കൂടുതൽ ട്രേഡ് ചെയ്യുക. ഇന്റർമീഡിയറീസിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡുമായി ബന്ധപ്പെട്ടാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. ബ്രോക്കറേജ് എന്ന് പറയുന്നത് ട്രേഡിന്റെ പെർസെന്റേജ്. അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് മാത്രമല്ല വരിക, ഷെയർസിന്റെ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിൽ താഴത്തേക്ക് മുകളിലേക്ക് മാത്രമല്ല പോവുക, താഴത്തേക്കും വരും. ഈ രണ്ട് സിനാരിയോസിലും ട്രേഡ് നടക്കണം. മാർക്കറ്റ് എപ്പോഴും ട്രേഡ് കൊണ്ട് ആക്റ്റീവായി നിൽക്കണം. ഇതിന് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഷോർട്ട് സെല്ലിംഗ്. മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോഴും ട്രേഡ് നടക്കും, മുകളിലേക്ക് പോകുമ്പോൾ മാത്രമല്ല, പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല, മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോഴും ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്റർമീഡിയറീസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥയിലും ബ്രോക്കറേജ് ജനറേറ്റ് ചെയ്യും. അപ്പോ അതായത് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഗെയിൻ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ഷെയർ ഫോൾ ചെയ്യും. ആസ് സച്ച് ഇറ്റ് ഈസ് ഫോളിംഗ്. ആ ഫോളിലും നിങ്ങൾ ബെനിഫിറ്റ് ചെയ്യും. ഉദാഹരണത്തിന് നിങ്ങൾ 2500 രൂപയ്ക്ക് സെൽ ചെയ്തു. ഓക്കെ, 2300 രൂപയ്ക്ക് തിരിച്ച് മേടിച്ചു. ഡിഫറൻസ് ഈസ് 200. Yes, the trader will get that particular. അതായത് ആദ്യം നിങ്ങൾ സെൽ ചെയ്തു, 2500 രൂപയ്ക്ക് നിങ്ങൾ സെൽ ചെയ്തു. അത് ആര് ഡെലിവർ ചെയ്തു? ഇനി 2500 രൂപക്കാണല്ലോ നിങ്ങൾ സെല്ല് ചെയ്തത്. 2500 രൂപക്കാണ് നിങ്ങൾ സെല്ല് ചെയ്തത്. ഈ സാധനം റീപ്ലേസ് ചെയ്യും. നിങ്ങൾ 2500 രൂപക്ക് സെല്ല് ചെയ്തൊരു സാധനം മാർക്കറ്റിൽ നിന്ന് 2300 രൂപക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 200 രൂപ ലാഭമല്ലേ? യു സോൾഡ് അറ്റ് എ ഹയർ പോയിന്റ് ആൻഡ് യു ആർ ബൈയിങ് അറ്റ് എ ലോവർ പോയിന്റ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? നോർമൽ ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ലോവർ റേറ്റിൽ വാങ്ങിക്കുന്നു, അതിനുശേഷം ഹയർ റേറ്റിൽ വിൽക്കുന്നു. യു ആർ റിവേഴ്സിംഗ് ദി പ്രോസസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഹയർ പോയിന്റിൽ നിങ്ങൾ വാങ്ങിച്ചു, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഓണർഷിപ്പ് ഇല്ല, പൊസഷൻ ഇല്ല. ആ ഷെയർസ് നിങ്ങൾ എന്താണ് ചെയ്തത്? ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ബോറോ ചെയ്തു. ബ്രോക്കർ നിങ്ങൾക്ക് വേണ്ടി കൗണ്ടർ പാർട്ടിക്ക് ഡെലിവർ ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം അറ്റ് എ ചീപ്പർ റേറ്റ് നിങ്ങൾ അത് വാങ്ങിക്കുകയും റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. അപ്പോ ഈ 200 രൂപയുടെ ഡിഫറൻസ് 100 ഷെയർസ് നിങ്ങൾ ഷോർട്ട് ചെയ്താൽ 200 into 100 എന്നുള്ളത് നിങ്ങളുടെ 20,000 rupees യു പ്രോഫിറ്റ്. അതാണ് നമ്മൾ പറയാം. ഷോർട്ട് സെല്ലിംഗ് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ്
നമ്മൾ കോമൺ പ്രാക്ടീസസ് ഇൻ ദി മാർക്കറ്റ് ആൻഡ് ഹൗ വാട്ട് ഈസ് ദി ഇസ്ലാമിക് റൂളിംഗ് ഓൺ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് പ്രോഹിബിറ്റഡ് ആണ്. Why is it prohibited? There is an explicit command by the prophet that you should not sell anything that you don't own. ഇത് ഹദീസിൽ നേർക്ക് നേരെ വന്നിട്ടുള്ള കാര്യമാണ്. ലാ ബൈ മാ ലൈസ ഇൻദ, ലാ തബിഉ മാ ലൈസ ഇൻദ. എന്ത് ചെയ്യരുത്? നിങ്ങളുടെ കയ്യിലില്ലാത്ത വസ്തു നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട ഹാക്കിം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ എന്താണ്, അദ്ദേഹത്തിന്റെ തന്നെ ഒരു അനുഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് പോവുകയും ഒരു വ്യക്തി ഇന്ന വസ്തു എന്നോട് അയാൾക്ക് വിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ വിൽക്കുകയും പിന്നീട് വിപണിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അയാൾക്ക് നൽകുകയും ചെയ്യട്ടെ എന്നുള്ള ഒരു അനുവാദമാണ് ചോദിച്ചത്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ സംഗതിയാണെന്ത്? നിന്റെ കയ്യിലില്ലാത്തത് നീ വിൽക്കരുത് എന്നാണ് ഇതിന്റെ ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്നത് ഇതിന്റെ ഒരു ലോജിക് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് വിറ്റു, നിങ്ങൾക്ക് മിൽക്കിയത്തും കബളും ഇല്ലാത്ത ഒരു സാധനം നിങ്ങൾ ഒരാൾക്ക് വിറ്റാൽ ഭാവിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അയാൾക്കത് കൊടുക്കേണ്ടത്. അത് മെറ്റീരിയലൈസ് ആകും എന്നുള്ളതിന് ഉറപ്പില്ല. അത് ഒരുപാട് അനിശ്ചിതത്വങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വാങ്ങിച്ച ആൾക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? അതിന്റെ ഫലമായി കൊണ്ട് പലതരത്തിലുള്ള നഷ്ടങ്ങളും സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു കോമൺ പ്രാക്ടീസ് ആയിട്ട് മാർക്കറ്റിൽ റാമ്പന്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദിസ് വിൽ ലീഡ് ടു ഗാംബ്ലിംഗ് ലൈക്ക് ട്രാൻസാക്ഷൻസ്. യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത ട്രാൻസാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമെന്നുള്ളത്. അത് തന്നെയാണ് ഷോർട്ട് സെല്ലിംഗ് കൊണ്ട് എവിടെയും സംഭവിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിലും സംഭവിക്കുന്നത്. 2022 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഷോർട്ട് സെല്ലിംഗിലൂടെ ആളുകൾക്ക് നഷ്ടപ്പെട്ടത് 1,80,000 കോടി രൂപയാണ്. ഇന്ത്യ ഷോർട്ട് സെല്ലേഴ്സ് ലോസ്റ്റ് 1,80,000 crore rupees in Indian stock market due to short sales. ഇത് ആര് പബ്ലിഷ് ചെയ്ത ഡാറ്റയാണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ചസ് ബോർഡ് ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്ത ഡാറ്റ. അപ്പോ ഇതിന്റെ ലോജിക് നമുക്ക് കണക്ട് ആകുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഉണ്ട്, മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉണ്ട്, അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ട്രേഡിംഗ് നടക്കണം, വോള്യം ഗെയിമാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. അപ്പോ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് ഡിസൈൻ ചെയ്തു കാലക്രമത്തിൽ. ഷോർട്ട് സെല്ലിംഗ്, മാർജിൻ ട്രേഡിംഗ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ഡെറിവേറ്റീവ്സ്, കോൺട്രാക്ട്സ്. പക്ഷെ ഇതിനൊക്കെ നമ്മളൊരു മാക്രോ ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ we will understand that these don't serve any purpose. Economic, valid economic purpose ഒന്നും സെർവ് ചെയ്യാത്ത ഒരുപാട് ട്രാൻസാക്ഷൻസ് ആണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഷോർട്ട് സെല്ലിംഗ് എന്നതുകൊണ്ട് മാർക്കറ്റ് ഡസ് നോട്ട് ഗെയിൻ എനിത്തിങ്. അത് കൂടാതെ തന്നെ ഷോർട്ട് സെല്ലിംഗിൽ മൈസറിന്റേതായിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട്. കാരണം ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് സീറോ സം ഗെയിം. നിങ്ങൾ ഒരു സാധനം വിറ്റ് പിന്നീട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ പൈസയാണ് ആർക്ക് ഗെയിൻ ആവുന്നത്? കൗണ്ടർ പാർട്ടിക്ക് ഗെയിൻ ആവുന്നത്. രണ്ടാമത്തെ സംഗതി, ഷോർട്ട് സെല്ലിംഗിൽ അപ്സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ലിമിറ്റഡ്, പക്ഷെ നഷ്ടം സംഭവിക്കാനുള്ള പോസിബിലിറ്റി അൺലിമിറ്റഡ്. എങ്ങനെ? ഇന്റർമീഡിയറ്റ്സിന് ഒരിക്കലും ലോസ് വരില്ല. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിൽക്കുന്നത് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് ഷോർട്ട് സെല്ലിംഗിൽ
പ്രോഫിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ലിമിറ്റഡ് ആണ്, ലോസിനുള്ള പോസിബിലിറ്റി അൺലിമിറ്റഡ്. ഉദാഹരണത്തിന് 100 രൂപയുടെ ഷെയർ മാക്സിമം എത്ര വരെ ഫോൾ ചെയ്യും? ഷോർട്ട് സെല്ലിംഗിൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഫോൾ ചെയ്യും എന്നുള്ളതാണല്ലോ. അത് എത്ര വരെ ഫോൾ ചെയ്യും? സീറോ വരെയല്ലേ ഫോൾ ചെയ്യുള്ളൂ. എത്ര വരെ റൈസ് ചെയ്യാം? ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. 500 ആകാം, നിങ്ങൾ ഷോർട്ട് ചെയ്തതിനു ശേഷം 200 ആകാം, 300 ആകാം, 400 ആകാം, 500 ആകാം, 1000 ആകാം. തിയറിറ്റിക്കലി there is a limit to the price fall, but there is no limit to the rise. അപ്പോ അൺലിമിറ്റഡ് റിസ്ക് ഉള്ള ഒരു പ്രാക്ടീസ് ആണ് എന്ത്? ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അത് ഈവൻ മാഗ്നിഫൈ ചെയ്യുന്നത് എവിടെയാണ്? ഫ്യൂച്ചേഴ്സ്. നിങ്ങൾ ഷോർട്ട് ചെയ്യും. ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റേണലി ലിവറേജ് ഉള്ള ട്രേഡ്സ് ആണ്. നിങ്ങളുടെ എക്സാക്ട് പൊസിഷൻ എത്രയാണോ അതിന്റെ എത്രയോ ടൈംസ് ആയിരിക്കും നിങ്ങളുടെ എക്സ്പോഷർ. അത് പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആണ്. ഈ സംഗതി ക്ലിയർ അല്ല. ഷോർട്ട് സെല്ലിംഗുമായി ബന്ധപ്പെട്ട് അത് ഹറാമാണ് എന്ന് പറയുന്നതിന് എന്താണ് ദലീൽ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നേർക്ക് നേരെയുള്ള ദലീലില്ലാത്തവ്യോ മാലൈസ നിന്റെ കയ്യിലില്ലാത്തത് നീ വിൽക്കരുത് എന്നുള്ളത് എന്താണ്? അപ്പൊ നമുക്ക് എന്ത്, ഇതൊരു വളരെ വെയ്ഗായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നല്ല. കുറെ ആൾക്കാർ ഇപ്പൊ അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിന് നേർക്ക് നേരെ തെളിവൊന്നുമില്ല, ഇതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കമാൻഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷോർട്ട് സെല്ലിങ്ങിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, കൃത്യമായ നേർക്ക് നേരെ നിരോധനമുള്ള ഒരു സംഗതിയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പിന്നെ സാധാരണ ഈ സ്ഥലക്കച്ചവടത്തിലൊക്കെ അഡ്വാൻസ് കൊടുത്ത്, ചെറിയ അഡ്വാൻസ് കൊടുത്ത് നമ്മളുടെ കയ്യിൽ മിൽക്കി എത്തുന്നതിന് മുമ്പ് തന്നെ വിൽക്കൂല. അങ്ങനെ വിൽക്കുന്നത് ഇതുമായിട്ട് കണക്റ്റഡ് ആണോ? ഈ പറയുന്ന ഹദീസുമായിട്ട് അതിന് കണക്ഷൻ ഇല്ല. അവിടെ നിങ്ങൾ ഉദ്ദേശിച്ചത് മിൽക്കിയത്ത് എന്ന് പറയുന്നത് ലീഗൽ രജിസ്ട്രേഷൻ ആണെങ്കിൽ, മിൽക്കിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ലീഗൽ രജിസ്ട്രേഷൻ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥലക്കച്ചവടം പൈസ കൊടുത്തിട്ട് അതിന്റെ ലീഗൽ രജിസ്ട്രേഷൻ നടന്നിട്ടില്ല, അതിനു മുന്നേ നിങ്ങൾ സെല്ല് ചെയ്യുന്നു. ഇസ്ലാമിലെ മിൽക്കിയത്ത് എന്ന് പറയുന്നത് ലീഗൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട, അത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലായി. അപ്പൊ അവിടുത്തെ റൂൾസ് പാലിച്ചില്ല എന്നുള്ള ഒരു സംഗതി അതിൽ വരാം. പക്ഷെ നിങ്ങൾ സ്ഥലം മേടിച്ചു, അഡ്വാൻസേ കൊടുത്തിട്ടുള്ളൂ, പരിഗണനീയമായ ഒരു അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളത് ഇത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് തരാമെന്ന് വിറ്റ ആളോട് പറഞ്ഞു. വിറ്റ ആള് നിങ്ങൾക്ക് ആ സ്ഥലം വിറ്റിട്ടുണ്ട്, പൈസ എന്ത് ചെയ്തിട്ടുണ്ട്? പൈസ അവധിയാക്കി തരികയും ചെയ്തു. പൈസ അവധിയാക്കി തരികയാണെങ്കിൽ അതൊരു കടമായി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം മിൽക്കിയത് നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നു, അതിൽ അദ്ദേഹത്തിന്റെ സമ്മതമുണ്ട്. ഇതാണ് ബൈ എന്ന് പറയുന്നത്. അതിന്റെ ശർഈയായ നിർവചന പ്രകാരം ബൈ എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിൽക്കിയത്തേ ഇല്ല, ആ സാധനം ഒരിക്കലും നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല, ആരും നിങ്ങൾക്കത് വിറ്റിട്ടില്ല, അതിന്റെ കബളും നിങ്ങളുടെ കയ്യിലില്ല. ആ അവസ്ഥയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരാളുടെ കടം വാങ്ങിച്ചുകൊണ്ട് ആ സാധനം വിൽക്കുക. ഇത് എല്ലായിടത്തും റാമ്പന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഗതി ആവില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. ഓക്കെ, അല്ല, അവിടെ സെയില് ചെയ്തിട്ടില്ല. അതെന്ന് പറഞ്ഞാല് ഒരു സംഗതിക്ക് നിങ്ങൾ അഡ്വാൻസ് ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്തു, എടുക്കാനുള്ള ഒരു പേയ്മെന്റ് കൊടുത്തു, അതിനുശേഷം അദ്ദേഹം അത് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരാം എന്നാണ് പറയുന്നതെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷെ അയാൾ എന്താണ് പറയണത്? ഓൾറെഡി നിങ്ങൾക്ക് ഞാൻ വിറ്റു, അതിന്റെ പൈസ തരി, ഞാൻ എത്തിച്ചു തരാം എന്നാണ് പറയണെങ്കിൽ അതിൽ പ്രശ്നം. രണ്ട് മൂന്ന് നിലക്ക് ആ സംഗതി നടക്കണം. അപ്പൊ അത് ഏത് രീതിയിലാണ് നടക്കുന്നത് നോക്കിയിട്ടാണ്. ഒന്നുകൂടി പറഞ്ഞു. അതന്നെ അദ്ദേഹം ചോദിച്ചു. അവിടെ നോക്കേണ്ടത്
ടോക്കൺ അഡ്വാൻസ് കൊടുത്തത് കൊണ്ട് കച്ചവടം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ആരാണോ നിങ്ങൾക്ക് സ്ഥലം വിറ്റത് അദ്ദേഹം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിറ്റിട്ടുണ്ടോ? വിൽപ്പന നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മിൽക്കിയത്ത് അവിടെ നിന്നും ഇവിടേക്ക് വരും എന്ന് പറഞ്ഞാൽ ആ സ്ഥലം പിന്നീട് വിൽപ്പന നടത്താനോ അവിടെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനോ അവിടെ വൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അനുഭവം എടുക്കാനോ ഒക്കെ പരിപൂർണമായ അധികാരം പിന്നെ ആർക്കായി? ഈ വ്യക്തിക്ക്. ആ നിലക്കുള്ള മിൽക്കിയത്തിന്റെ ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ട്. അതല്ല, എനിക്ക് കച്ചവടത്തിൽ താല്പര്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ടോക്കൺ കൊടുത്തു, ശരി നിങ്ങൾ ബാക്കി പൈസ കൊണ്ടിരുമ്പോൾ നമുക്ക് നോക്കാം എന്നാണ് സ്ഥലത്തിന്റെ ഉടമ പറഞ്ഞതെങ്കിൽ അവിടെ കച്ചവടം നടന്നിട്ടില്ല. ആ അവസ്ഥയിൽ അത് അയാൾ വിൽപ്പന നടത്താൻ പാടില്ല. അപ്പൊ അത് ഇതിന്റെ ഉണ്ട് ഉണ്ട് ഇല്ല 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 അങ്ങനത്തെ ട്രാൻസാക്ഷനുകൾ ഒന്നും. ഇനി ഇതില് ഗററുണ്ട്. ഗറർ എന്ന് പറഞ്ഞാൽ എക്സസീവ് അൺസർട്ടനിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് ഡൗൺ സൈഡ് എന്ന് പറയുന്നത്, ഷോർട്ട് ചെയ്യുമ്പോൾ ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഏത് പ്രൈസിൽ നിന്നാണോ ഷോർട്ട് ചെയ്യുന്നത് അത് എവിടേക്കേ വരാൻ സാധ്യതയുള്ളൂ? 0. അതിന് താഴത്തേക്ക് അത് വരില്ല. എന്നാൽ അപ്സൈഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ്. അപ്പൊ എക്സസീവ് ആയിട്ട് അൺസർട്ടനിറ്റി ഇൻവോൾവ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ഇത്. ആ ദിവസം പിറ്റേ ദിവസം ഞാൻ പറയുന്ന ഒരു ദിവസം ഇൻട്രാഡേ ഷോർട്ടിങ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ആണ് ഷോർട്ട് ചെയ്യുന്നതില്ല, ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഷോർട്ട് എക്സ്പയറി വരെ ടൈം ഉണ്ട്. ഇനി ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് തന്നു? ഷെയർസ് ഷോർട്ട് ചെയ്തിട്ട് ഒരു വർഷത്തേക്ക് പൊസിഷൻ ബ്രോക്കർ തന്നു. ആ വർഷത്തെ മുഴുവൻ പ്രൈസും നിങ്ങൾ അഫക്ട് ചെയ്യും. എന്താ ആരും എന്താ ചോദിക്കണം? അങ്ങനെ മാത്രം തിയററ്റിക്കലി ആര് തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാവണം? ഉദാഹരണത്തിന് ബ്രോക്കറുടെ നിങ്ങൾ പറഞ്ഞതാണ് കോമൺലി നടക്കുക. പക്ഷെ മാസങ്ങളോളം ഷോർട്ട് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ എക്സ്പയറി ഡേറ്റിന് മുമ്പ് എന്ത് ചെയ്യും? പുതിയ കോൺട്രാക്ടിലേക്ക് ഷോർട്ട് ട്രാൻസ്ഫർ ചെയ്യും. പറഞ്ഞു മനസ്സിലായി? ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കും. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, അതായത് നിങ്ങൾക്ക് ബ്രോക്കറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ ഹൗ ഇമ്പോർട്ടന്റ് ക്ലയന്റ് യു ആണ്. അപ്പൊ നമ്മൾ വലിയൊരു ചങ്ക് ഓഫ് ഷെയർസ് ഷോർട്ട് ചെയ്താല് ആ ഷോർട്ട് പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ആരനുവദിച്ചാൽ മതി? അനുവദിച്ചാൽ മതി. പക്ഷെ റീറ്റെയിൽ ക്ലയൻസിന് അങ്ങനത്തെ പ്രിവിലേജസ് ഒന്നും കിട്ടൂല. കാരണം ലക്ഷക്കണക്കിന് ഷെയർസ് പൊസിഷൻസ് ഉണ്ട്. ബട്ട് there are the big short എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇംഗ്ലീഷിൽ. ഇതിന്റെ പേര് തന്നെ എന്താണ്? The Big Short. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എങ്ങനെയാണ് തകർന്നത് എന്നുള്ളതാണ് ആ മൂവിയിൽ കാണിക്കുന്നത്. ആ തകർച്ച തന്നെ എന്തിന്റെ ഫലമായിട്ടാണ്? ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ. അപ്പൊ സമയം കിട്ടുകയാണെങ്കിൽ ആ മൂവി എല്ലാവരും ഒന്ന് കാണും. ഈ വിഷയം കൂടുതൽ ഡീപ്പായിട്ടൊന്നും മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതില് ഗാംബ്ലിംഗ് ഉണ്ട്. കാരണം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതില് സീറോ സം ഗെയിമാണ്. പ്രത്യേകിച്ച് ഫ്യൂച്ചേഴ്സിൽ എത്രയാണോ ലോസ് അത് തന്നെ ആയിരിക്കും ഗെയിൻ. എത്രയാണോ ഗെയിൻ അത് തന്നെ ആയിരിക്കും ലോസ്. ഷോർട്ട് സെല്ലിംഗിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു 70% ഷോർട്ട് സെല്ലേഴ്സിന് 2022 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 70% ഷോർട്ട് സെല്ലേഴ്സിന് നഷ്ടം സംഭവിച്ചു. അത് എത്രയാണ്? അതിന്റെ ക്വാണ്ടം 1,80,000 കോടി. അപ്പൊ 30% ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ടില്ല? നഷ്ടം സംഭവിച്ചിട്ടില്ല. 70% ആളുകളുടെ ലോസ് എങ്ങോട്ട് പോയി എന്നേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള 30% ആളുകളുടെ കയ്യിലേക്ക് പോയി. അതിൽ ഭൂരിഭാഗം ആരായിരിക്കും? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. They have algorithms to control trades. Okay, അപ്പോൾ ഒരു സീറോ സം ഗെയിമാണ്. അതുകൊണ്ട് അതിൽ എന്തുമുണ്ട്? മൈസിറും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും മാർക്കറ്റിലുള്ള വലിയൊരു പ്ലാൻഡ് ഗെയിമാണ്. നമ്മളെ പോലത്തെ ചെറിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, വി ഹാവ് വെരി ലിമിറ്റഡ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവർ മാത്രമേ മാർക്കറ്റിലുള്ളൂ. ബിഗ് മണി ഹോൾഡ്സ് ദി പവർ. പക്ഷെ നിങ്ങളൊരു കൺവെൻഷണൽ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങൾ അഫക്ട് ചെയ്യില്ല. നല്ല സ്റ്റോക്കുകൾ വാങ്ങിച്ചു ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പുറത്ത് ആർക്കും വലിയ പവർ ഒന്നുമില്ല. ബിഗ് മണിക്ക് വലിയ പവർ ഒന്നുമില്ല. സൂണർ ഓർ ലേറ്റർ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് മെറ്റീരിയലൈസ് ചെയ്യും.
ഷോർട്ട് ടേം ട്രേഡ്സിൽ ഇതുപോലെ ഷോർട്ട് സെല്ലിങ്ങിലും മാർജിനിലും ഇൻട്രാഡേയിലും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക? യു വിൽ ബി ഫോഴ്സ്ഡ് ടു ലൂസ്. ഇതില് റിബ ഉണ്ട്, ഷോർട്ട് സെല്ലിംഗിൽ റിബ ഉണ്ട്. കാരണം എന്താണ്? ഷോർട്ടിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഷെയർസ് ബോറോ ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അത് വെറുതെ തരുന്ന ഒരു ലോണാണോ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് ഉണ്ട്. ആ ഫ്യൂച്ചറിന്റെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നതോടുകൂടിയാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് നമ്മൾ വാങ്ങിക്കുക. അപ്പോ അപ്രണ്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചാർജ് ഈടാക്കുക. ഇനി ഒരു ലോങ്ങർ ടേമിന് നിങ്ങൾക്ക് ആ പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ബ്രോക്കർ അനുവദിക്കുകയാണെങ്കിൽ എത്രയാണോ ഷോർട്ട് ചെയ്ത ഷെയർസിന്റെ വാല്യൂ, അതിനാനുപാതികമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അയാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. 18% വരെയാണ് ട്രേഡിംഗ് ലോൺസിന് ഇന്ത്യയിൽ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ 10 ലക്ഷം രൂപ മൂല്യമുള്ള ഷെയർസ് ഷോർട്ട് സെല്ലിംഗ് ചെയ്താൽ 10 ലക്ഷം രൂപ ഏതുപോലെ തന്നെയാണ്, നിങ്ങൾ പൈസ കടം വാങ്ങിച്ചതുപോലെ തന്നെയാണ്. അതിൽ ആ പൊസിഷനിൽ ബ്രോക്കർ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഈടാക്കും. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് ഓൾസോ ആൻ ഇൻട്രസ്റ്റ് ബെയറിംഗ് ലോൺ. അപ്പോ ഗററുണ്ട്, മൈസൂറുണ്ട്, റിബ. ഇത് 3 ഇൻവോൾവ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ് ഷോർട്ട് സെല്ലിംഗ്. ആ സംവിധാനം എന്ന് പറയുന്നത് ഇത് മൊത്തത്തിൽ ഇതെല്ലാം തന്നെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷൻ. അതെ, ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിന്റെ റെസൊല്യൂഷൻസ് വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് റെസൊല്യൂഷൻ 63/17 1992 പ്രൊഡ്യൂസ് ചെയ്തത് ഷോർട്ട് സെല്ലിംഗ് ഹറാമാണ് എന്ന് പറയുന്ന റെസൊല്യൂഷൻ. അതുപോലെ തന്നെ ശരിയ സ്റ്റാൻഡേർഡ്സിലും ഷോർട്ട് സെല്ലിംഗ് ഇന്ന കാരണങ്ങൾ കൊണ്ട് പ്രോഹിബിറ്റഡ് ആണ് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, ഇതാണ് ഷോർട്ട് സെല്ലിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഇനി രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, F&O. ഓക്കെ, ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ നിർമ്മിക്കുന്ന കോൺട്രാക്റ്റുകളാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അതിനൊരു ലോട്ട് സൈസ് ഉണ്ടാവും. ഓക്കെ, അതിന് ഒരു റിക്വയർഡ് മാർജിനും ഉണ്ടാവും. ആ മാർജിൻ നമ്മൾ പേ ചെയ്താൽ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് നമുക്ക് സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ സാധിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ റിലയൻസിന്റെ ഒരു എക്സാമ്പിൾ, റിലയൻസ് ഫ്യൂച്ചേഴ്സ് 100 ആണ് അതിന്റെ ഒരു ബണ്ടിൽ എന്ന് വിചാരിക്കാം. ഇപ്പൊ 2500 രൂപയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ വാല്യൂ ആണ് ട്രാൻസാക്ട് ചെയ്യുന്നത് ഒരു ലോട്ടിൽ. അതിന്റെ 10% ആണ് മാർജിൻ എങ്കിൽ 25,000 രൂപയാണ് നിങ്ങൾക്ക് മാർജിൻ മണിയായിട്ട് കൊടുക്കുക. അപ്പൊ 25,000 രൂപ കൊണ്ട് നിങ്ങൾ 10 ടൈംസ് എക്സ്പോഷർ ആണ് എടുക്കുന്നത്. അപ്പൊ ഫ്യൂച്ചേഴ്സിന്റെ ഓൾ പർപ്പസ്, പ്രാക്ടിക്കൽ പർപ്പസ് ഫോർ വിച്ച് പീപ്പിൾ ആർ ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഈ എക്സ്പോഷർ, ചെറിയ പൈസ കൊണ്ട് ആംപ്ലിഫൈഡ് ഗെയിൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫ്യൂച്ചേഴ്സിന്റെ പർപ്പസ്. ഇനി റിലയൻസിന്റെ എക്സ്പയറി ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് എ മന്ത് ആണെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ അതിലെ പ്രൈസിന് എന്ത് സംഭവിക്കും എന്നുള്ള ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കും അയാളുടെ പൊസിഷൻ. താഴത്തേക്കാണ് വരാൻ സാധ്യതയുള്ളത് എങ്കിൽ ഒരാൾ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് എന്ത് ചെയ്യും? സെല് ചെയ്യും. ഇപ്പൊ സെല് ചെയ്തിട്ട് ചീപ്പർ ആയിട്ട് പിന്നീട് സ്ക്വയർ മുകളിലേക്കാണ് പോകാൻ സാധ്യതയുള്ളെങ്കിൽ എന്ത് ചെയ്യും? ഈ വിൽ ബൈ. അപ്പോ നേരത്തെ പറഞ്ഞ ഷോർട്ട് സെല്ലിങ്ങും ലോങ് പൊസിഷൻസും ഹയർ ലിവറേജോട് കൂടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ആ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെ ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ്. അവർ തന്നെ നിർമ്മിക്കുന്ന കോൺട്രാക്ട്സ് ആണ്. അതിൽ നിന്ന് റിക്വയർഡ് ആയിട്ടുള്ള മാർജിൻസ് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയും ആ മാർജിൻസിന്റെ 5 ടൈംസ് 10 ടൈംസ് 15 ടൈംസ് 20 ടൈംസ് ബിസിനസ് ഓരോ ട്രാൻസാക്ഷനിലും അടക്കുകയും ചെയ്യും. ഇൻട്രസ്റ്റ് ഫ്യൂച്ചേഴ്സിൽ വാങ്ങിക്കുന്നത് ആ പ്രൈസ്.
ഓപ്ഷൻസിൽ വാങ്ങിക്കുന്നത് ആ ഓപ്ഷന്റെ പ്രൈസ്, ഓപ്ഷൻ പ്രൈസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോ ഹോൾ പർപ്പസ് എന്താണ്? എത്രയാണോ ആക്ച്വൽ ക്യാപിറ്റൽ അതിന്റെ എക്സ് ടൈംസ് വ്യാപാരം നടക്കുക. ഞാൻ പറയാം, 10% അതിന് മാർജിന്റെ റിക്വയർമെന്റ് എങ്കിൽ 25,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. 25,000 രൂപ കൊണ്ട് നിങ്ങൾ 2.5 ലക്ഷം രൂപയുടെ പൊസിഷൻ എടുത്തു. 2 ലോട്ടാണെങ്കിൽ 5 ലക്ഷം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ആ മാർജിനിൽ തന്നെ ആ ഫ്യൂച്ചേഴ്സിന്റെ ഒരു പ്രൈസ്, അതിൽ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസ് നിങ്ങൾ അത്ര ഉണ്ടായിട്ട് അത് എന്തായാലും നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് വാങ്ങിക്കുന്നതോടുകൂടി ഓപ്ഷൻസിലാണ്. അപ്പോ ഫ്യൂച്ചേഴ്സ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഭാവിയിൽ എക്സ്പയർ ചെയ്യുന്ന സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട്സ് ആണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ചയാണ് ഫ്യൂച്ചർ എക്സ്പയർ. എല്ലാ മാസവും അവസാനത്തെ വ്യാഴാഴ്ച എക്സ്പയറി ഡേറ്റ്. അതിനുള്ളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള കോൺട്രാക്ട്, നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ പറ്റില്ല. പക്ഷെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഷോർട്ട് സെല്ലിംഗ് ചെയ്യാം, ലോങ് പൊസിഷൻസ് എടുക്കാം. ഓൾറെഡി ഉള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ബൈ ചെയ്യാനും സെൽ ചെയ്യാനും മാത്രമേ പറ്റൂ. അങ്ങനെ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ എക്സ് ടൈംസ് എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 25,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 2.5 ലക്ഷം രൂപയുടെ പൊസിഷൻ എടുത്തു, 10% പ്രോഫിറ്റ് കിട്ടിയാൽ എത്ര രൂപ പ്രോഫിറ്റ് ആയി? 25,000 രൂപ പ്രോഫിറ്റ് ആയി. എത്ര രൂപയിലാണ് നിങ്ങൾ 25,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയത്? 25,000 രൂപയിൽ 25,000 100% പ്രോഫിറ്റ്. ആക്ച്വൽ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എത്രയേ വന്നിട്ടുള്ളൂ? 10% മൂവ് ചെയ്തിട്ടുള്ളൂ. ആ 10% കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ എത്ര റിട്ടേൺ ഉണ്ടായി? 100% റിട്ടേൺ. അല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു? 2.5 ലക്ഷം രൂപ കൊണ്ടുപോയാലേ നിങ്ങൾക്ക് ആ പൊസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ 2.5 ലക്ഷം രൂപ അഫോർഡ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ആ പൊസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് പകരം കുറഞ്ഞ പൈസയുള്ള ആളുകളെ കൊണ്ടൊക്കെ ആ പൊസിഷൻ എടുപ്പിക്കുന്നതിലൂടെ ബ്രോക്കറേജ് എത്ര രൂപയിലാണ് കിട്ടുന്നത്? ഈ ഫുൾ വോള്യത്തിൽ ചെറിയ പെർസെന്റേജ് ആയിരിക്കും. നമ്മൾ പൊസിഷൻ എടുക്കുന്ന അത്രയും പെർസെന്റേജ് ഉണ്ടാവില്ലെങ്കിലും അതിന് 10 ടൈംസ് ഉണ്ടാവുള്ളൂ. ക്യുമുലേറ്റീവ്ലി ദിസ് വിൽ ബിക്കം ബിഗ് മണി. ടിപ്പിക്കലി ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിലും 80 to 90% എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്യൂച്ചേഴ്സ് വോള്യം. ക്യാഷ് വോള്യം എന്ന് പറയുന്നത് വെറും 10% ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്താണ്? ദിസ് ഈസ് ദി ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചേഴ്സ്, ഡെറിവേറ്റീവ്സ്. Which percentage? That varies according to futures contracts. ഒരു ഉദാഹരണം പറഞ്ഞാൽ 10%. ഉദാഹരണത്തിന് അത്രയും ലിക്വിഡ് അല്ലാത്തൊരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ 50% മാർജിൻ ആവശ്യമായിട്ട് വരും. അത് ആ ഫ്യൂച്ചേഴ്സിൽ തന്നെ അത്രയും മാർജിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ പൊസിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ റിലയൻസ് നമ്മൾ 10% ആണെന്ന് എക്സാമ്പിളിൽ പറഞ്ഞതാണ്. ആ എക്സാമ്പിളിൽ നിങ്ങൾ 25,000 രൂപ ഉണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപയുടെ ഒരു ലോട്ട് എടുത്തു. 50,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 2 എടുക്കാം. അങ്ങനെ ഓക്കെ. അപ്പൊ ഈ രൂപത്തിൽ ഫ്യൂച്ചേഴ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചേഴ്സിന്റെ ഒറിജിനൽ പർപ്പസ് എന്ന് പറയുന്നത് ഹെഡ്ജിങ് ആണ്. അവിടെ നിന്നൊക്കെ പോയി ഹെഡ്ജിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമാണ്. പക്ഷെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹെഡ്ജിങ്ങിന്റെ പർപ്പസ്. ബ്രോക്കറേജിന് ഒരിക്കലും എങ്ങനെ ലോസ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഇൻഡിവിജ്വൽസ് ലോസ് ഉണ്ടാക്കിയാലും പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ബ്രോക്കറേജസിന് ബ്രോക്കറേജ് ആണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും ദാറ്റ് ഈസ് ദി കൗണ്ടർ പാർട്ടി. അതായത് നിങ്ങളിപ്പോ ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് സെല്ല് ചെയ്യുമ്പോൾ there is always a buyer. They are not concerned. അതാണ് നമ്മൾ നേരത്തെ ഡാറ്റ പറഞ്ഞത്. എന്ത്? ഷോർട്ട് സെല്ലിംഗ് 1,80,000 കോടി രൂപ ലോസ് ആയി. ഇനി ഫ്യൂച്ചേഴ്സിന്റെ ഡാറ്റ ഇറ്റ് ഈസ് 1.8 ട്രില്യൺ. 1.8 ട്രില്യൺ റുപ്പീസ് മെയ്ഡ് ലോസസ് ഇൻ ഡെറിവേറ്റീവ്. 1.8 ട്രില്യൺ.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സീറോ സം ഗെയിമാണ് എന്ന് പറഞ്ഞാൽ ഈ 1.8 ട്രില്യൺ ലൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാക്കിയ ആളുടെ ഡാറ്റയാണത്. ലോസ് ഉണ്ടാക്കിയ എമൗണ്ട് ആണ് എന്ത്? 1.8 ട്രില്യൺ. അവിടെ എപ്പോഴും ഒരു കൗണ്ടർ പാർട്ടി ഉണ്ട്. കാരണം ഒരു മാസത്തെ എക്സ്പയറി ആകുമ്പോൾ സമയത്ത് ഇതെല്ലാം സ്ക്വയർ ഓഫ് ചെയ്യും. നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വിവാലന്റ് ആയിട്ടുള്ള സെൽ ഓർഡർ ഇട്ടുകൊണ്ട് അതിനെ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു കൗണ്ടർ പാർട്ടി ഉണ്ട്. ഒരിക്കലും ഡെലിവറി നടക്കുന്നില്ല. ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ നിങ്ങൾ വാങ്ങിക്കുന്ന ഈ ലോട്ട്സ് ഒന്നും തന്നെയും നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡെലിവറി ആയിട്ട് വരുന്നില്ല. അവിടെ ആകെ എന്തേ ചെയ്യുന്നുള്ളൂ? ഈ പ്രൈസ് ഡിഫറൻസിൽ സ്പെക്യുലേറ്റ് ചെയ്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ക്ലിയർ ആണ് ഈ പറയുന്നത്? അതായത് ഒരു ഷെയർ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്. റിലയൻസിന്റെ 100 ഷെയർ ഞാൻ മേടിച്ചു. ആ 100 ഷെയർ എന്റെ ഓണർഷിപ്പിൽ അവിടെ കിടക്കണം. എത്ര കാലം കഴിഞ്ഞിട്ടാണോ ഞാൻ വെക്കുന്നത് അത്രയും കാലം അതിന്റെ ഓണർഷിപ്പ് എനിക്കാണ്. ആ സമയത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ള ഡിവിഡന്റ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ് എല്ലാം തന്നെയും എന്റെ റൈറ്റ്സ്. ഓക്കെ. അതുപോലെ തന്നെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആർക്ക് കിട്ടുന്നതാണ്? ആർക്കാണോ ഈ ഷെയർ കയ്യിലുള്ളത്. ഫ്യൂച്ചേഴ്സിൽ ഇതൊന്നും തന്നെ സംഭവിക്കും. അവിടെ ആർക്കും ഡെലിവറി ഇല്ല. അതാണ് എക്സ്പയറി എന്ന് പറയുന്നത്. എക്സ്പയറി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ പ്രാബല്യത്തിലുള്ള സെപ്റ്റംബർ റിലയൻസ് സെപ്റ്റംബർ ഫ്യൂച്ചേഴ്സ്, ഒക്ടോബർ ഫ്യൂച്ചേഴ്സ്, ഡിസംബർ ഫ്യൂച്ചേഴ്സ്, ഇങ്ങനെയാണ് പോവുക. ആ സെപ്റ്റംബർ അവസാനത്തെ വ്യാഴാഴ്ച ആവുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ആ കോൺട്രാക്ട് എക്സ്പയർ ചെയ്യും. അപ്പോ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മറ്റൊരുപാട് ആളുകളുടെ കയ്യിലേക്ക് മാറിയിട്ടുണ്ടാകും. ഇവിടുന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ടാകും. ഇപ്പൊ ഈ റൂമിലുള്ള ഈ ആളുകളാണ് ഒരു ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് എങ്കിൽ ഇവിടെ നിന്നും പുതുതായിട്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യില്ല. ഫ്യൂച്ചേഴ്സിന്റെ സ്വഭാവം ഇതാണ്. ഇവിടെയുള്ള ടോട്ടൽ പൈസ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഓരോ ആളുകളുടെ കയ്യിലും ഓരോ പൈസ ഉണ്ട്. ചില ആൾക്കാരുടെ 5000 ഉണ്ട്, ചില ആൾക്കാരുടെ കയ്യിൽ 25,000 ഉണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ മണി ഇൻ ദ റൂം ഈസ് 10 lakh rupees. 10 എന്നുള്ളത് 12 13 ആവുന്നില്ല. 10 എന്ത് മാത്രമേ ആകുന്നുള്ളൂ? 10 10 തന്നെ നിലനിൽക്കും. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള പൈസ വേറെ ആളെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആളെ ഇങ്ങോട്ട് കിട്ടുന്നത് എപ്പോഴും മൈനോറിറ്റി ആയി. 1.8 ട്രില്യൺ ഡോളേഴ്സ് ലൂസ് ചെയ്തു. ഇത് ലൂസ് ചെയ്ത ആൾക്കാരുടെ കണക്കാണ്. അപ്പൊ 1.8 ട്രില്യൺ ഡോളേഴ്സ് സീറോ സം ഗെയിമിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? മറ്റു ചില ആളുകളുടെ കയ്യിലേക്ക് മാറിയിട്ടുണ്ടാകും. ഈ റൂമില് 40 ആൾക്കാരുണ്ടെങ്കിൽ 4 ആളുടെ കയ്യിലേക്കായിരിക്കും ആ പൈസ പോയിട്ടുണ്ടാകുക. അതാണ് ഫ്യൂച്ചേഴ്സിന്റെ ഡാറ്റ. 90% ഓഫ് പീപ്പിൾ മേക്ക് ലോസസ്, 10% ഗെയിൻ. അപ്പൊ 40ന്റെ 10% എന്ന് പറഞ്ഞാൽ 4 ആൾക്കാർ. അപ്പൊ ഈ 40 ആൾക്കാരിൽ നിന്ന് 4 ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഈ റൂമിലുള്ള എല്ലാ പൈസയും how they do it? They already have the money. അപ്പോ പ്രൈസസിനെ ഡിറ്റർമിൻ ചെയ്യാനുള്ള, അവരുടെ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാനുള്ള പൈസ ഓൾറെഡി മണി begets money. If you have money, you put it in the market in such a way that it is advantageous to you. അപ്പോൾ ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു പൈസ? ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലേക്ക് പോകുന്നു. ഞാൻ ഈ പറഞ്ഞ ഡാറ്റ എന്ന് പറയുന്നത് സെബി പബ്ലിഷ് ചെയ്ത ഡാറ്റ. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ആൾക്കാര് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സെറോദ ആണല്ലോ ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. സെറോദ അല്ല, ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും ആദ്യം ഒരു ഡയലോഗ് ബോക്സ് വരണം എന്ന് സെബി മാൻഡേറ്റ് ചെയ്തു. അതിലെന്താ പറയുന്നത്? ട്രേഡിംഗ് ഇൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഈസ് റിസ്കി. 8 out of 10 people lose money trading in futures and options എന്നുള്ളതാണ് പറയുന്നത്. ഈ വാണിംഗ് കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത് കയറുന്നത്. അപ്പൊ സെബി എന്തിനാ ഇത് പബ്ലിഷ് ചെയ്യുന്നത്? They know that it is not in the interest of retail investors. Futures and options. ഇത് കണ്ടിട്ടെങ്കിലും അതിൽ ട്രേഡ് ചെയ്യാതിരിക്കട്ടെ. അത് ബാൻ ചെയ്യാൻ ഉള്ള പവർ സെബിക്ക് ഇല്ല. കാരണം വലിയ വോള്യം ഉള്ള ഒരു മാർക്കറ്റാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത്.
അതായത് ഓൾറെഡി പ്രോഹിബിറ്റഡ് ആണ്. എന്താണ് ആ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ പ്രോഹിബിഷൻ അതിന് വേണ്ടി ഓപ്ഷൻസ് when you buy a futures there is also ഇല്ല, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഇന്ന ലോട്ട് സൈസിൽ ഇത്ര മാർജിനോട് കൂടി നിങ്ങൾക്ക് ഈ ഫ്യൂച്ചേഴ്സ് ബൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ബണ്ടിലിങ്ങിനെയാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നത് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അത് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ളത്. ഉദാഹരണത്തിന് റിലയൻസ് സെപ്റ്റംബർ ഫ്യൂച്ചേഴ്സിന്റെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 100 ആണ് എന്ന് പറഞ്ഞു. Like when it is bought and sold, it is a contract being bought and sold. There is no underlying എന്ന് പറയുന്ന റിലയൻസിന്റെ ക്യാഷ് മാർക്കറ്റിലുള്ള ഷെയർസ് ആണ് അതിന്റെ അണ്ടർലൈൻ എന്ന് പറയുന്നത്. അതിന് പുറത്തുണ്ടാക്കിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. അത് ആൾക്കാർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കോൺട്രാക്ച്വൽ ആയിട്ട് അത് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നർത്ഥം. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ലോട്ട് സൈസോ ഈ കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. ആക്ച്വൽ സ്റ്റോക്സ് ഇൻവോൾവ് അല്ല, പക്ഷേ ക്യാഷ് മാർക്കറ്റിൽ സ്റ്റോക്സ് ഉണ്ടാക്കണം. കാരണം അതിന്റെ പ്രൈസിനെ മിമിക് ചെയ്തിട്ടാണ് എന്ത് പോവുക, ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ് പോവുക. മനസ്സിലായോ? ഇല്ല, അതെ അതെ. ഇപ്പൊ റിലയൻസിന്റെ 1 കോടി ഷെയർസ് ആണ് ഫ്ലോട്ട് എന്ന് വിചാരിക്കാം. മാർക്കറ്റിലുള്ളത് മൊത്തം 1 കോടി ഷെയർസ് ആണെങ്കിൽ അത് ഡിമാറ്റിൽ ഹോൾഡ് ചെയ്യുന്നത് റിലയൻസിന്റെ പ്രൊമോട്ടേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ആണ്. ആക്ച്വൽ ഷെയർ ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആരുടെ കയ്യിലും ഇല്ല. പക്ഷെ എന്താണ് പർപ്പസ്? ക്യാഷ് മാർക്കറ്റിൽ എന്താണോ അതിന്റെ പ്രൈസ് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും ഡെലിവറി നടക്കുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ, ഫ്യൂച്ചേഴ്സിൽ ഒരിക്കലും ഡെലിവറി നടക്കുന്നില്ല. കമ്മോഡിറ്റീസിൽ പിന്നെ ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ്, സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ ഒരിക്കലും നോ ഡെലിവറി ഉണ്ടാവും. ഇനി ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് കോൺട്രാക്ട് റിട്ടൺ ബിറ്റ്വീൻ 2 പാർട്ടീസ്. അതായത് ഓൾറെഡി ലോട്ട് സൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നോ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും. ഉദാഹരണത്തിന് കൂടുതൽ ഹയർ ഡിനോമിനേഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസ് ആണെങ്കിൽ ലോട്ട് സൈസ് കുറവായിരിക്കും. ഉദാഹരണത്തിന് 100-120 രൂപ ആ റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസ് ആണെങ്കിൽ ലോട്ട് സൈസ് ചിലപ്പോൾ 10,000-1 ലക്ഷമോ ഷെയർസ്. Like it should be affordable to maximum number of ഇല്ല. അതൊരു കോൺട്രാക്ട് ആണെങ്കിൽ ബയറും സെല്ലറും ഉണ്ടെങ്കിൽ എനി നമ്പർ ഓഫ് കോൺട്രാക്ട് can be automatically മാർക്കറ്റിൽ എന്ത് വേണം, കൗണ്ടർ പാർട്ടീസ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അല്ല, ഞാന് കാര്യകാരണം നമ്മളിപ്പോ ഈ സെഷന്റെ ഉദ്ദേശം തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഓരോ സംഗതിയുടെയും ഇസ്ലാമിക് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഒരു സംഗതി പ്രോഹിബിറ്റഡ് ആകാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാകും. സാധാരണ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഏതിലൂടെയാണ് വരിക? ഡെറിവേറ്റീവ്സിലൂടെയാണ് വരിക. എന്താ കാരണം? ആദ്യം തന്നെ ബ്രോക്കർ പിടിച്ചിട്ട് അവരെ സ്റ്റോക്ക് നിങ്ങൾക്ക് എത്ര റുപ്യുണ്ട്? 20,000 റുപ്യുണ്ട്, നിങ്ങൾക്ക് ഇത്ര ട്രേഡ് ചെയ്യാം, 2 ലക്ഷത്തിന് ട്രേഡ് ചെയ്യാം, 3 ലക്ഷത്തിന് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ആദ്യമേ തന്നെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ബ്രോക്കർ. ഇതോടുകൂടി എന്തായാലും ലോസ് വരും, എത്ര ദിവസം കൊണ്ട് ലോസ് ചെയ്യും എന്നുള്ളത് മാത്രമേ നോക്കണം. കുറച്ചും കൂടി കഴിവുള്ള ആളാണെങ്കിൽ, കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ അക്യൂമെന്റ് ഉള്ള ആളാണെങ്കിൽ അവൻ കുറെ 15 ദിവസം. തീരെ അറിയാത്ത ആളാണെങ്കിൽ റിസ്ക് മാനേജ്മെന്റ് പൂർ ആയിരിക്കും, 2-3 ദിവസം കൊണ്ട് കൊണ്ടുപോയ പൈസ. കാരണം ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പ്രോഫിറ്റിന്റെ കേസ് പറഞ്ഞല്ലോ, 10 times പ്രോഫിറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. 25,000 രൂപ ഉണ്ടാക്കുമ്പോൾ
25,000 രൂപ 100% നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. 10% താഴത്തേക്ക് വന്നാൽ എന്താ സംഭവിക്കുക? കൊണ്ടുപോയി 25,000 സീറോ ആയില്ലേ? പിന്നെ ബ്രോക്കറുടെ പൈസ കൊടുക്കണമെങ്കിൽ കുറച്ച് പൈസ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. അപ്പോഴാണ് ട്രേഡിംഗ് സ്റ്റോപ്പ്. ആ കൊണ്ടുപോയ പൈസ തീരുന്നത് വരെയാണ് ഓരോരുത്തരുടെയും ട്രേഡിംഗ്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ ഈ പിക്ചർ ആണ് എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഉള്ളത്. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ടെർമിനൽ ഉണ്ടാവും, കുറെ ആൾക്കാർ ഇപ്പൊ ഒരു പണിയും ചെയ്യാത്ത കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവര് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. ഒരാൾ അവിടുന്ന് പറയും ഇന്നതൊരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ട്, അപ്പൊ കുറെ ആൾക്കാർ അത് മേടിക്കും. അത് മേടിച്ചിട്ട് ആദ്യത്തെ 1-2 ദിവസം പ്രോഫിറ്റ് ഉണ്ടാവും. അതിനൊരു ടേം ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്, ബിഗിനേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. 1-2 ദിവസം എന്തോ ഒരു ഇതുപോലെ ഇദ്ദേഹത്തിന് കുറച്ച് പ്രോഫിറ്റ്, അപ്പൊ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. പിന്നീടുള്ള ദിവസങ്ങളിൽ അതിന്റെ യഥാർത്ഥ മെറിറ്റിലേക്ക് ആ സംഗതി വരും. ഓക്കെ. അപ്പൊ ഈ ഒരു ഗാംബ്ലിംഗ് ഡെൻ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് ഐഡിയ. പക്ഷെ ഇതൊക്കെ തന്നെയും ഇതിലേക്കുള്ള പോസിബിലിറ്റീസ് ഒക്കെ തന്നെയും ആസ് പെർ ശരിയ അടഞ്ഞു കിടക്കുന്നത്. നിങ്ങളെ ട്രാൻസാക്ഷൻ ഇൻവോൾവ് ആകാൻ പാടില്ല. ഓൾറെഡി റൂളിംഗ്സ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനും ആളുകളുടെ കയ്യിലുള്ള പൈസ യാതൊരു വിധാനവും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ വഴികളും ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അത് 2 ആളുകൾ തമ്മിലുള്ള കോൺട്രാക്ട്. ഒരു ഓപ്ഷൻസ് റൈറ്റർ ഉണ്ടാകും, ഒരു ഓപ്ഷൻസ് ബയർ. ഓപ്ഷൻസ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് സെല്ലർ. ഓക്കെ. ആരാണോ ആ ഓപ്ഷൻ കോൺട്രാക്ട് റൈറ്റ് ചെയ്യുന്നത് അയാളുടെ കയ്യിലായിരിക്കും എന്ത്? 2 ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ട്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയാം. കോൾ ഓപ്ഷൻസ് ആൻഡ് പുട്ട് ഓപ്ഷൻസ്. കോൾ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ടു ബൈ. ഓപ്ഷൻ ടു ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്രൈസ് എത്തുന്ന സമയത്ത് ഇതിലൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ റിലയൻസിന്റെ എക്സാമ്പിൾ തന്നെ പറയാം. 2,500 രൂപയാണ് ഇപ്പോഴത്തെ പ്രൈസ്. ഇത് നിങ്ങളൊരു ഓപ്ഷൻസ് ബയർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റൈറ്റ് എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്രൈസിന് മുകളിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ ഒബ്ലിഗേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിന് ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് എക്സർസൈസ് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ടാകും, പക്ഷെ ഒബ്ലിഗേഷൻ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ 2,500 രൂപയിൽ റിലയൻസിന്റെ ഒരു കോൾ ഓപ്ഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ. 2,700 രൂപയിലേക്ക് പ്രൈസ് കയറി, അല്ലെങ്കിൽ 3,000 രൂപയിലേക്ക് പ്രൈസ് കയറി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2,500 രൂപയിൽ തന്നെ ഷെയർസ് തരാൻ ആര് ബാധ്യതപ്പെട്ടിരിക്കും? കൗണ്ടർ പാർട്ടി ബാധ്യതപ്പെട്ടിരിക്കും. അപ്പൊ എന്തിനെങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ പ്രൈസ് റൈസ് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ യു വിൽ ബൈ എ കോൾ ഓപ്ഷൻ. അതായത് ഒരു സംഗതിയിൽ പ്രൈസ് റൈസ് ചെയ്യുമെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. കാരണം എന്താണ്? റൈസ് ചെയ്ത പ്രൈസ് ആ സമയത്ത് ആ വില കൊടുത്താലല്ലേ അത് കിട്ടുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ഏത് സമയത്താണോ ഓപ്ഷൻ സ്ട്രൈക്ക് ചെയ്തത് ആ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഈ പുട്ട് ഓപ്ഷൻ ആണെങ്കിലോ നേരെ തിരിച്ചാണ്. ഇറ്റ്സ് എ റൈറ്റ് ടു സെറ്റ് ആൻഡ് നോട്ട് എൻ ഒബ്ലിഗേഷൻ ടു സെറ്റ്. അപ്പോ പ്രൈസ് ഫോൾ ചെയ്യുമെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗോ ഫോർ എ പുട്ട് ഓപ്ഷൻ. ഇപ്പൊ 2,500 രൂപ, അതിൽ നിന്ന് 2,000 രൂപയിലേക്ക് പ്രൈസ് താഴത്തേക്ക് വന്നു. ആ സമയത്ത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. ആ സമയത്ത് നിങ്ങൾ ഓപ്ഷൻ എക്സർസൈസ് ചെയ്താൽ മറ്റേയാൾ എന്ത് ചെയ്യണം? എത്ര ഷെയർസിനാണ് ഓപ്ഷൻസ് എഴുതിയത് അത്രയും ഷെയർ നിങ്ങൾക്ക് വിൽക്കാൻ അയാൾക്ക് ബാധ്യത ഉണ്ടാകും. പക്ഷെ നിങ്ങളുടെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം റൈറ്റ്. ക്ലിയർ? ഇതാണ് ഓപ്ഷൻസ്. 2 ഓപ്ഷൻസ് ആണുള്ളത്, പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷൻ. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അഗേൻസ്റ്റ് ആണ് മാർക്കറ്റ് പോയതെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ
പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഒരു വ്യക്തി താഴ്ന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് പ്രൈസ് മേലേക്കാണ് പോകുന്നതെങ്കിൽ ഹി വിൽ നോട്ട് എക്സർസൈസ് ദി ഓപ്ഷൻ. കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ഒരു വ്യക്തി പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, താഴത്തേക്കാണ് പോയതെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും? ആ ഒരു ഓപ്ഷൻ എക്സർസൈസ് ചെയ്യില്ല. അപ്പൊ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിൽ മാത്രം എക്സർസൈസ് ചെയ്യാനുള്ള റൈറ്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ക്ലിയർ ആണോ? ഓപ്ഷൻ ആൻഡ് പുട്ട് ഓപ്ഷൻ ആൻഡ് കോൾ ഓപ്ഷൻ. ഇനി ഇതില് നിങ്ങൾ റൈറ്റ് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മറ്റേ ലോസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അതായത് കോൾ ഓപ്ഷൻ നിങ്ങൾ എക്സർസൈസ് ചെയ്താൽ അപ്പുറത്ത് അത് ബൈ ചെയ്ത ആൾക്ക് ലോസ് ഉണ്ടാവും, തിരിച്ചു. അപ്പൊ ഇതും എന്താണ്? സീറോ സം ഗെയിം. എക്സാക്ട്ലി സെയിം ആണ്. അദ്ദേഹത്തിന്റെ ലോസ് എന്റെ പ്രോഫിറ്റ്, എന്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിന്റെ ലോസ്. അപ്പൊ ഡെറിവേറ്റീവ്സിലെ രണ്ട് സംഗതി, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, ബോത്ത് ആർ ഗാംബ്ലിംഗ്. പിന്നെ ഓപ്ഷൻ എപ്പോഴും ഒരു പ്രൈസ് ഉണ്ട്, ഓപ്ഷൻസിന്റെ പ്രൈസ് ഉണ്ടാവും. അത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓപ്ഷൻസിന്റെ കോൺട്രാക്ട്സ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതെന്താണ്? ആ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ ഒടുക്കേണ്ട. ഇതാണ് ആരുടെ പ്രോഫിറ്റ് ആയിട്ട് പോകുന്നത്? ബ്രോക്കറുടെ പ്രോഫിറ്റ് ആയിട്ട്. ഓക്കെ, നമുക്ക് എവിടെയാണ് നഷ്ടം ഉണ്ടാവാൻ സാധ്യത? നമ്മളാണ് ഓപ്ഷൻ നിങ്ങളുടെ ഓപ്ഷന്റെ പ്രൈസ് നിങ്ങൾക്ക് നഷ്ടം. ഓപ്ഷൻ പ്രൈസ് കൊടുത്തിട്ടാണല്ലോ ഓപ്ഷൻ വാങ്ങുക. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കോൺട്രാക്ട്സ് മേടിച്ചു കഴിഞ്ഞാൽ ചില എക്സ്പെക്ടേഷൻസിന്റെ ബേസിൽ ഓപ്ഷൻസ് കോൺട്രാക്ട്സ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ പ്രൈസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? ബ്രോക്കർ. അത് നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വിളിച്ചു. ദാറ്റ് ഈസ് ദ പ്രൈസ് യു പേ അപ്ഫ്രണ്ട് ഫോർ ദി. അപ്പൊ 3 റൂൾസ്. ഈ 3 റൂൾസ് ഒന്ന് ഓർമ്മ വെക്കുക. എന്റെ കയ്യിലുള്ള ഇല്ലാത്തത് എന്ത് ചെയ്യരുത്? സെൻഡ് ചെയ്യരുത്. വേറുള്ള എല്ലാവിധ ട്രാൻസാക്ഷൻസും പ്രവാചകൻ നിരോധിച്ചു. ട്രാൻസാക്ഷൻ ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ അത് ഹറാമാകുന്നതിനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ട്രേഡിംഗ് ഫോർ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാലൊരു സംഗതി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവധിയാക്കാൻ പാടുള്ളൂ ട്രാൻസാക്ഷൻ. ഇത് മറ്റൊരു ഇസ്ലാമിക് കണ്ടീഷൻ. അവധി വ്യാപാരത്തിൽ 2 സംഗതിയിൽ ഒരു സംഗതി മാത്രമേ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവധിയാക്കാൻ പറ്റുള്ളൂ. ഡെലിവറി അവധിയാണെങ്കിൽ പ്രൈസ് സ്പോട്ടായിരിക്കും. പ്രൈസ് അവധിയാണെങ്കിൽ ഡെലിവറി സ്പോട്ടായിരിക്കും. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പറയണപ്പോ ആ സ്ഥലക്കച്ചവടത്തിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. സ്ഥലം കച്ചവടം ചെയ്യണം, അതിന്റെ വില ഇത്ര സമയം കൊണ്ട് തരാം എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥലത്തിന്റെ കച്ചവടം വെക്കാം, ആ ട്രാൻസാക്ഷൻ, എന്നിട്ട് വില അവധിയാക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ചു. ഇപ്പോ നിങ്ങൾ പൈസ കൊടുക്കുന്നു, മറ്റൊരു സമയത്താണ് നിങ്ങൾക്ക് ഒരു സാധനം തരിക. അഡ്വാൻസ് പേയ്മെന്റും ഡിഫേർഡ് ഡെലിവറി. മറ്റേത് ഇപ്പോഴുള്ള ഡെലിവറിയും ഡിഫേർഡ് പേയ്മെന്റ്. ബൈ മുഅജ്ജൽ എന്ന് പറയുന്ന ഈ സംഗതിയിൽ മുഅജ്ജലാക്കാൻ പറ്റിയതേ ഉള്ളൂ. രണ്ടാലൊന്നും മാത്രമേ. രണ്ടും കൂടി ഒരേ സമയത്ത് ഡിഫർ ചെയ്യുന്നതിനെ പ്രവാചകൻ നിരോധിച്ചു എന്നുള്ളതാണ് ആ ഹദീസിന്റെ താല്പര്യം. എന്ന് പറഞ്ഞാൽ നാളെ ഇത്ര പൈസക്ക് ഇത്ര സാധനം ഞാൻ നിങ്ങൾക്ക് വിറ്റിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ മാത്രം വില കൊടുത്തുകൊണ്ട് ബാക്കി പിന്നീട് തരാമെന്നും ഡെലിവറി പിന്നീട് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ട്രാൻസാക്ഷനെ ബാക്കി വെക്കുക. ഈ രൂപത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ പ്രവാചകൻ നിരോധിച്ചു. എന്തുകൊണ്ട്? ഇത് എക്സസീവ് ആയിട്ടുള്ള അൺസർട്ടൻ ഒരു ട്രാൻസാക്ഷനെ പ്രോലിഫറേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് അതിൽ ആളുകൾക്ക് വളരെ വലിയ സാമ്പത്തിക നഷ്ടങ്ങളും അതുപോലെ തന്നെ
ചതി, വഞ്ചന തുടങ്ങിയ സംഗതികൾ സംഭവിക്കാൻ അത് നമ്മൾ അതിന്റെ ഒരുപാട് കാറ്റഗറീസിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഓരോതിന്റെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി മുനാബ ഇതിലൊക്കെ എന്താണ് സംഭവിച്ചിരുന്നത് എന്നും എന്താണ് അതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫ്യൂച്ചേഴ്സിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഒരു മാർജിൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നു, ട്രാൻസാക്ഷനെ നിങ്ങൾ ഡിഫർ ചെയ്തു, പ്രൈസിനെയും നിങ്ങൾ ഡിഫർ ചെയ്തു, ആക്ച്വൽ ഡെലിവറി ഇല്ല, ആക്ച്വൽ ഫുൾ പേയ്മെന്റും ഇല്ല. ആകെ സംഭവിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, കുറെ ട്രാൻസാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ പേപ്പർ, അവർ പറഞ്ഞതുപോലെ ഓൺ പേപ്പർ നടത്തുകയും ഇതിന്റെ ഡിഫറൻസുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിക്കൂ. ഓക്കെ, അപ്പോ അത് ഡെയിലിന്റെ കാര്യത്തിൽ മാത്രമേ റിട്ടേൺ അല്ല, അത് റിട്ടേൺ വേണ്ടെന്നല്ല പറഞ്ഞത്, ഫോർമൽ രജിസ്ട്രേഷൻ പിന്നീടേക്ക് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. രണ്ട് സംഗതികൾ ഉണ്ടാവില്ല, ഒരു അഗ്രിമെന്റ് ഉണ്ടാവും, ആളുകൾ തമ്മിൽ എഴുതുന്ന അഗ്രിമെന്റ്, എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് അവർ തമ്മിലുള്ളത് എന്ന് വ്യക്തമാക്കുന്ന അഗ്രിമെന്റ്. അദ്ദേഹം പറഞ്ഞത് ഈ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മൾ ആക്ച്വലി സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചുകൊണ്ട് അത് ദൈനമാണ് എല്ലാ കോൺട്രാക്ടുകൾക്കും പിന്നെ എഴുതപ്പെടണമെന്നൊരു കണ്ടീഷൻ പൗലിയായിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്. പൗലിയായിട്ട് ഇംപ്ലൈഡ് ആയിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ദൈനിന്റെ ഹുക്കുമെന്ന് പറയുന്നത് ദൈനുകളിൽ ദൈന ഉണ്ടാകുന്ന സമയത്ത് അത് വേണം എന്നുള്ളത് ഒരു കണ്ടീഷൻ. ഇനി മാർജിൻ ട്രേഡിംഗ്, അവസാനത്തെ സംഗതി, അതായത് പ്രോഹിബിറ്റഡ് പ്രാക്ടീസസ് ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് ഷോർട്ട് സെല്ലിംഗ് ആണ്, ഡെറിവേറ്റീവ്സ് ആണ്, ഡെറിവേറ്റീവ്സിൽ തന്നെ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് ആണ്. നാലാമത്തെ സംഗതി എന്ന് പറയുന്നത് മാർജിൻ ട്രേഡിംഗ്. മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഫ്യൂച്ചേഴ്സിൽ മാർജിൻ ഉണ്ട്. എത്രയാണോ ഒരു വ്യാപാരം നടത്താൻ ആവശ്യമായിട്ടുള്ള തുക, അതിൽ ഒരു മാർജിൻ ആയിട്ടുള്ള പൈസ കൊടുത്തുകൊണ്ട് അതിന് പുറത്ത് ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോഷർ മാർജിൻ, ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ 10 ലക്ഷം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത്, അതിൽ 10% മാർജിൻ വേണ്ടത് എങ്കിൽ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ മാർജിൻ. ആ 1 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര എക്സ്പോഷർ ആണ്? 10 times, 10x. അതാണ് എക്സ്പോഷർ. ഓക്കെ, അപ്പൊ മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ വ്യാപകമായി ദിനേന നടക്കുന്ന ഒരു സംഗതിയാണ് മാർജിൻ ട്രേഡിംഗ്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും മാത്രമല്ല ക്യാഷ് മാർക്കറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്, മാർജിൻ ട്രേഡിംഗ്. മാർജിൻ ട്രേഡിംഗ് 2-3 കണ്ടീഷൻസ്. സാധാരണഗതിയിൽ മാർജിൻ ട്രേഡിംഗിന്റെ പൊസിഷൻസ് ഒന്നും തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അടുത്ത ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻട്രാഡേ ഫ്രെയിമിലാണ് ഭൂരിഭാഗം മാർജിൻ ട്രേഡിംഗും നടക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാഡേ പ്രൈസ് മൂവ്മെന്റ്സിൽ സ്പെക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, മാർജിൻ ഉപയോഗിക്കുന്നത്. എന്താണ് അതിന് കാരണം? സ്റ്റോക്സിന്റെ സെറ്റിൽമെന്റ് പ്രോസസ് ആണ് അതിന് കാരണം. സ്റ്റോക്സിന്റെ സെറ്റിൽമെന്റ് പ്രോസസ് എന്ന് പറയുന്നത് 2 ദിവസം എടുത്തുകൊണ്ടാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അത് 1 ദിവസം, T+1 സെറ്റിൽമെന്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഒരു ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത വർക്കിംഗ് ഡേ ഓടുകൂടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഷെയർസ് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. അപ്പൊ ഇത്രയും സമയം എന്ത് കിട്ടുന്നുണ്ട്, ഒരു ബഫറായിട്ട് കിട്ടുന്നുണ്ട് ആളുകൾക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഒരു സംഗതി വാങ്ങിയാൽ ആ സമയത്തിനുള്ളിൽ തന്നെ വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യൂല, അത് സെറ്റിൽമെന്റിന് പോകില്ല. ഉദാഹരണത്തിന് 100 റിലയൻസിന്റെ ഷെയർസ് നിങ്ങൾ മേടിച്ചു, എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തു, അത് വിറ്റു. അങ്ങനെ വരുമ്പോ അത് സെറ്റിൽമെന്റിന് പോകില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റോ ലോസോ ആയിക്കോട്ടെ, ആ ഫുൾ എമൗണ്ട് കൊടുക്കാതെ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നതാണ്. ഇപ്പോ ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ ഒരു പൊസിഷൻ
ഇത് നിങ്ങൾ മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്തും ഇപ്പൊ വാങ്ങിച്ചു, 10 ലക്ഷം രൂപയുടെ ഒരു പൊസിഷൻ വാങ്ങിച്ചു. ഇത് മാർക്കറ്റ് അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? വിറ്റിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ പൈസ, അതിന്റെ വില നിങ്ങൾ കൊടുക്കണ്ടേ? നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ആ 10 ലക്ഷം രൂപ ഡെബിറ്റ് ആണ്. അതിന് ആദ്യം അവിടെ 10 ലക്ഷം റുപ്യ ഉണ്ടാകണം. ഓക്കെ, 10 ലക്ഷം റുപ്യ ഉള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമേ 10 ലക്ഷം റുപ്യന്റെ എക്സ്പോഷർ എടുക്കാൻ ആരും സമ്മതിക്കുള്ളൂ? ബ്രോക്കർ. ക്യാഷ് മാർക്കറ്റ് ആണെങ്കിൽ, ഓൾ ക്യാഷ് ആണെങ്കിൽ, ഇവിടെ ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രോക്കറുമായിട്ട് ഒരു ധാരണയിൽ എത്തുന്നുണ്ട്. 10 ടൈംസ് എക്സ്പോഷർ ഞാൻ എടുക്കും, സെറ്റിൽമെന്റിന് പോകില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പൈസ കൊടുക്കേണ്ടത് ആരാ? ബ്രോക്കറാണ്. അല്ലാതെ നമ്മൾ ഓരോരുത്തരും പോയി പൈസ കൊടുക്കലല്ലോ ചെയ്യും. ബ്രോക്കറിന്റെ കയ്യിലാണ് എല്ലാവരുടെയും പൈസ കിടക്കുന്നത്. അയാളുടെ ഡെയിലി ട്രാൻസാക്ഷൻസിന്റെ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിലേക്ക് സെറ്റിൽ ചെയ്യേണ്ടത് ആരാണ്? ബ്രോക്കറാണ്. അതേപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഷെയർസ് ആദ്യം അയാളുടെ പൂൾ അക്കൗണ്ടിൽ വരികയും പിന്നീട് ഇൻഡിവിജ്വൽ ഡിമാറ്റുകളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷന്റെ സ്ട്രക്ചറിനെയാണ് ആര് ഉപയോഗപ്പെടുത്തുന്നത്? മാർജിൻ ട്രേഡേഴ്സ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ ബ്രോക്കറുമായിട്ടുള്ള ധാരണ എന്താണ്? 10 എന്റെ കയ്യിൽ എത്ര പൈസ? 1 ലക്ഷം. ആ ബ്രോക്കർ പറയുന്നത് നിങ്ങൾ 10 ലക്ഷം രൂപ വരെ എന്ത് ചെയ്തു? ട്രാൻസാക്ട് ചെയ്തു. സെറ്റിൽമെന്റിന് പോയത്. സെറ്റിൽമെന്റിന് പോയ എന്ത് സംഭവിക്കും? ഞാൻ ആ 10 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ അക്കൗണ്ടിൽ ആകെ 1 ലക്ഷം ഉള്ളൂ, ബാക്കി 9 ലക്ഷം ഞാൻ കാണുന്നു. അപ്പൊ ആദ്യമേ ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ധാരണയുണ്ട്, സെറ്റിൽമെന്റിന് പോവുകയില്ല. ആ ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ എല്ലാ ട്രേഡ്സും എന്ത് ചെയ്തിരിക്കും? ക്ലോസ് ചെയ്തിരിക്കും. പക്ഷേ കയ്യിലുള്ള പൈസയുടെ 10 ഇരട്ടി അധികം ട്രാൻസാക്ട് ചെയ്യാനുള്ള എക്സ്പോഷർ ആര് നമുക്ക് തരുന്നു? ബ്രോക്കർ. ഓക്കെ, അപ്പോ ഇതിലുള്ള പ്രശ്നം എന്താണ്? ഒന്നാമത്തേത് വളരെ സിമ്പിൾ ആണ്. ഈ മാർജിനിൽ ആര് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും? രണ്ടാമത്തെ ദിവസത്തേക്ക് പോയി എന്ന് വിചാരിക്കും, സെറ്റിൽമെന്റിന് പോയല്ലോ. അപ്പൊ ഒരു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ മാർജിൻ ഉപയോഗിക്കുന്നത് അത്രയും ദിവസത്തേക്ക് ആര് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും? ബ്രോക്കർ ഇൻട്രസ്റ്റ് ചാർജ്. ആദ്യമേ തന്നെ ഒരു സാധാരണ പോകത്തില്ല, പക്ഷെ പോവും ചെയ്യും. ആ 2-3 ടൈപ്പ് അക്കൗണ്ട്സ്. ഉദാഹരണത്തിന് നിങ്ങളുടേത് നിങ്ങളിപ്പോ ബൈ ഡിഫോൾട്ട് ഇൻട്രാഡേ അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്തതെങ്കിൽ അത്തരം അക്കൗണ്ടുകളൊക്കെ ബ്രോക്കർ എന്താ ചെയ്യുക? ആ കാറ്റഗറിയിലെ ട്രീറ്റ് ചെയ്യും. അപ്പൊ 3.25 അല്ലെങ്കിൽ 3.5 അല്ലെങ്കിൽ 3.15 നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ബ്രോക്കറുടെ സൈഡിൽ നിന്ന് എല്ലാ പൊസിഷൻസും അത്തരം അക്കൗണ്ടുകളിൽ സ്ക്വയർ ഓഫ്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓർഡർ വന്നിട്ട് പുഷ് ചെയ്തിട്ട് അത് സ്ക്വയർ ഓഫ്. അതല്ല, നിങ്ങളൊരു ക്യാഷ് ഇൻട്രാഡേ അക്കൗണ്ട് അല്ല, ഒരു നോർമൽ ക്യാഷ് അക്കൗണ്ട് ആണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ നിങ്ങളും ബ്രോക്കറും തമ്മിലുള്ള ഒരു അഗ്രിമെന്റിന്റെ ബേസിസിൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് മാർജിൻ തരാം എന്ന് ബ്രോക്കർ, ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് മാർജിൻ തരാമെന്ന് ബ്രോക്കർ അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലോണായിട്ട് ബ്രോക്കർ തരും. അതിൽ ഇൻട്രസ്റ്റ് ബ്രോക്കർ ചാർജ്. ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ട്രേഡേഴ്സും ഉണ്ട്. അത് കുറച്ച് വലിയ അക്കൗണ്ട്സ് ആയിരിക്കാം. അപ്പോഴേ അവർ പ്രൊവിഷൻ ആര് തരുള്ളൂ? അല്ല, ഓൾറെഡി ഈ ലോൺ എന്താണ്? മാർജിൻ ട്രേഡിംഗിൽ നിങ്ങൾ എടുക്കുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോണിന്റെ ഫലമായിട്ടുണ്ടാകുന്ന എക്സ്പോഷർ. ഇൻട്രസ്റ്റ് മേടിക്കാത്ത ലിവറേജ് എന്ന് പറയുന്നത് എന്തായാലും സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും സെയിം ടൈം. അത് നമ്മൾ പറഞ്ഞു. അതല്ലാത്ത ലിവറേജ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് അല്ലാതെ ഞാൻ പറയാം, അത് പറയാം. ഞാൻ പറഞ്ഞ 2 ടൈപ്പ് ലിവറേജ് ഉണ്ട്. ഭൂരിഭാഗം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ലിവറേജ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ലിവറേജ്. ആ ഇൻട്രാഡേ ലിവറേജ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്തിരിക്കണം. അല്ലാതെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലിവറേജും ഉണ്ട്. അങ്ങനെയുള്ള ലിവറേജിൽ എന്ത് അപ്ലിക്കബിൾ ആകും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്ലിക്കബിൾ ആകും. ഓക്കെ, ഇത് 2 സംഗതികളും മനസ്സിലായല്ലോ. ഇതിനാണ് നമ്മൾ മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതെന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നിഷിദ്ധമാകുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? ബേസിക്കലി നിങ്ങൾക്ക് തരുന്ന മാർജിൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് തരുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത്
ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോണാണ്. അടിസ്ഥാനപരമായ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോണാണ്. ഓക്കെ, രണ്ടാമത്തേത് കണ്ടീഷണൽ ലെൻഡിങ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ ലെൻഡിങ് എന്താണ്? കണ്ടീഷണൽ ലെൻഡിങ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ ലോൺ തരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ട്രേഡ് ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ. അങ്ങനെയാണ് അത് കണ്ടീഷണൽ ലോണാണ്. അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡറുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഹയർ വോള്യം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ ലോണ് തന്നിട്ടുള്ളത്. ആ കണ്ടീഷനിൽ ഡിപ്പെൻഡന്റ് ആണ് ആ ലോൺ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ രണ്ട് കാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ള ലോണുകൾ നിഷിദ്ധമാണ്. ഒന്ന്, ജർറനഫാത്തായിട്ടുള്ള എല്ലാ ലോണുകളും പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. അതായത് ഗുണം വലിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടങ്ങളെയും പ്രവാചകൻ നിരോധിച്ചു. അതായത് കടം കൊടുക്കുന്ന ആൾക്ക് ഗുണം നേടിത്തരുന്ന എല്ലാ കടങ്ങളെയും പ്രവാചകൻ നിരോധിച്ചു. ഒന്ന്. രണ്ട്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫഖത്തൈനി ഫീ സഫഖത്തിൻ വാഹിദ എന്ന് പറയുന്ന ഒരു ഹദീസ് കൂടിയുണ്ട്. രണ്ട് കോൺട്രാക്റ്റുകൾ ഒരു കോൺട്രാക്റ്റിൽ ബണ്ടിൽ ചെയ്യുന്നതിനെ പ്രവാചകൻ നിരോധിച്ചു. ഒരു സെയിൽ കോൺട്രാക്ട് ആണെങ്കിൽ ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് പ്യൂർലി ഒരു സെയിൽ കോൺട്രാക്ട് ആയിരിക്കണം. ഒരു ലോൺ കോൺട്രാക്ട് ആണെങ്കിൽ അത് ഇൻഡിവിജ്വലി ഒരു ലോൺ കോൺട്രാക്ട് ആയിരിക്കണം. ഈ രണ്ട് സ്വഭാവത്തെയും ഒരു കോൺട്രാക്റ്റിൽ ബണ്ടിൽ ചെയ്ത് ആ പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ലോൺസ് ആണെങ്കിൽ ഈ രണ്ട് കോൺട്രാക്റ്റുകളും ഒന്നിൽ ബണ്ടിൽ ചെയ്യുക എന്നുള്ള പ്രോപ്പർട്ടി അതിൽ വരും. രണ്ട് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ആദ്യമേ ഇത് ഹറാമാകുന്നതിന് ഇത് വേണ്ട. കാരണം എന്താണ്? ഇതൊരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ലോൺ ആണ്. അത് മാത്രം മതി എന്തിന്? അത് നിരോധിക്കപ്പെടുന്നു. അതിനുള്ള അഡീഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, അതെന്താണ്? ഒന്ന്, അത് കടം നൽകുന്ന ആൾക്ക് ഗുണം നേടിക്കൊടുക്കുന്ന ഒരു ലോണാണ്. ആരാണ് കടം കൊടുക്കുന്നത്? ബ്രോക്കറാണ്. ബ്രോക്കർ എന്തിനാണ് കടം കൊടുക്കുന്നത്? രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട്. ഒന്ന്, മാർജിൻ ക്യാരി ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഇൻട്രസ്റ്റ്, അത് സെക്കൻഡറി ബെനിഫിറ്റ് മാത്രം. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ കൊടുക്കുന്ന ലോണിന് പുറത്ത് അയാളുടെ തന്നെ പ്ലാറ്റ്ഫോമിൽ മറ്റേയാൾ ട്രേഡ് ചെയ്യുകയും അതിന്റെയൊക്കെ ബ്രോക്കറേജ് ബ്രോക്കർക്ക് കിട്ടുകയും ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷണൽ മാത്രം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ദ ബ്രോക്കർ ഈസ് ലെൻഡിങ് ഈസ് ഓൺലി ടു ബെനിഫിറ്റ്. അദ്ദേഹത്തിന്റെ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രം കൊടുക്കുന്ന ഒരു ലോണാണ് മാർജിൻ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാ ലോണുകളെയും പ്രവാചകൻ നിരോധിച്ചു. അതുപോലെ തന്നെ രണ്ട് കോൺട്രാക്റ്റുകളെ ഒരു സംഗതിയിൽ ബണ്ടിൽ ചെയ്യുക എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്കും അതിൽ വന്നിട്ടുണ്ട്. കുല്ലു ഖർദിൻ ജറ നഫ്അൻ വഹുവ റിബ. ഞാൻ പറഞ്ഞ സംഗതിയുടെ നസ്സ, അതായത് ഗുണം കൊണ്ടുവരുന്ന എല്ലാത്തരം കടങ്ങളും പ്രവാചകൻ വരും. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സംഗതിയുടെ കമ്പൈൻഡ് ലോൺ ആൻഡ് സി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലഫിൽ വ ബൈഇ, ലെൻഡിങ്ങിനെയും സെല്ലിങ്ങിനെയും ഒരു ഇടപാടിന്റെ ഭാഗമാക്കി ചെയ്യുന്നത് പ്രവാചകൻ. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ ബേസിസിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് നിരോധിക്കപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് 4 കാര്യങ്ങൾ. അപ്പൊ അത് ഒരു ഘട്ടമാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ. നമ്മൾ ഇതിനോടകം ഇസ്ലാമികമായ നിരോധനങ്ങളും അതുപോലെ തന്നെ ഇത്
ഹലാലാകുന്നതിന് വേണ്ട കണ്ടീഷൻസും സ്റ്റോക്ക് പിക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളും എല്ലാം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതായത് അതിൽ വേറെ റൂളിങ്ങും കൂടിയുണ്ട്. പ്ലഡ്ജിങ് ആണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പ്ലഡ്ജ് ചെയ്യാൻ പറ്റിയ കമ്മോഡിറ്റി അല്ല ഷെയർസ്. സോറി, പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. ബോറോ ആൻഡ് ലെൻഡിങ്ങിന് പറ്റിയ കമ്മോഡിറ്റി അല്ല ഷെയർസ്. ബോറോയിങ്ങിനും ലെൻഡിങ്ങിനും പറ്റാത്ത കമ്മോഡിറ്റികൾ ഒരുപാട്. ഉദാഹരണത്തിന് സ്വർണത്തിലും വെള്ളിയിലും അവധി വ്യാപാരം നടത്താൻ പാടില്ല. ഒക്കെ സ്പോട്ട് ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അത് റിബൽ അല്ല, അവധി വ്യാപാരം പറ്റില്ല. കടമായിട്ട് അല്ല, കടമായിട്ട് സ്വർണം മേടിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മേടിക്കും. അത് അവിടെ പിന്നെ വില മാത്രമാണ് അവധി, അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുന്ന ഹദീസില് 6 സാധനങ്ങൾ പറയുന്നത്. ഇതിലൊന്നും തന്നെയും അതിന് സ്വർണത്തിലും വെള്ളിയിലും എന്ത് ചെയ്യാൻ പാടില്ല, അവധി വ്യാപാരം തന്നെ പറ്റും. ബാക്കിയുള്ള സംഗതികൾ അവധി വ്യാപാരം നടത്താം, പക്ഷെ സ്പോട്ട് ആയിരിക്കണം പേയ്മെന്റ് സ്പോട്ട് ആയിരിക്കണം എന്നുള്ള ഒരു സംഗതി മാത്രം. അതായത് പിന്നീട് അവ കൊടുക്കാം, പക്ഷെ വില ആദ്യമേ തന്നെ സ്പോട്ടായിട്ട്, മറ്റേതിൽ രണ്ടിനും പറ്റും എന്നുള്ളതാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു വസ്തുവാണ് ഓഹരികൾ. കാരണം അതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. യഥാർത്ഥത്തിൽ അത് പ്രതിനിധീകരിക്കുന്നത് അതിന്റെ അണ്ടർലൈൻ വാല്യൂവിനെ. അപ്പൊ ലെൻഡിങ്ങിനും ബൈയിങ്ങിനും പറ്റാത്തൊരു സാധനമാണ്, ലെൻഡിങ്ങിനും ബോറോയിങ്ങിനും പറ്റാത്തൊരു സാധനമാണ് എന്ത്? അതായത് ശരിയ കോൺസ്ട്രെയിൻസ് ഉള്ള ഒരു സംഗതിയാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്. പക്ഷെ പ്ലഡ്ജ് ചെയ്യുന്നതിന് രഹനാകുന്നതിന് തടസ്സം ഇല്ല. പ്ലഡ്ജ് ആവുമ്പോ നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് തരും. അതായത് പറഞ്ഞാൽ അത് ആ പ്ലഡ്ജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പൈസ ഉണ്ട്. പക്ഷെ അത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കണം. അത് ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കില്ല ബ്രോക്കറുടെ അടുത്ത്. ഒരു ലോണും ഇൻട്രസ്റ്റ് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് പൈസ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും ചുരുങ്ങിയത് 18% പെർ ആനം എന്നുള്ള നിരക്കിൽ പ്രോ റാറ്റ എത്ര ദിവസത്തേക്കാണോ നമ്മൾ ആ ഇൻട്രസ്റ്റ് ആ ലോൺ ഫോർവേഡ് ചെയ്യുന്നത് അത്ര ദിവസത്തേക്ക് അത് പ്ലഡ്ജ്. ഉദാഹരണത്തിന് ബാങ്കുകൾ സെക്യൂരിറ്റീസ് പ്ലഡ്ജ് ആയിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറയാം, അത് മനസ്സിലായി. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഷെയർസ് പ്ലഡ്ജ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്ന പൈസകളെ കൊളാറ്ററൽ ആയിട്ട് മാത്രമാണ്. നിങ്ങൾ അല്ല നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ ആ ഫെസിലിറ്റി ഉപയോഗിച്ചത് അത്രയും ദിവസത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മളുടെ ഈ സെഷൻ, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട സെഷൻ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത്. ഒന്ന് അതിന്റെ ഇസ്ലാമിക് കോൺസെപ്റ്റ്സ് വിശദീകരിക്കുക, അത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലേക്ക്, ഉദാഹരണത്തിന് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ലൈക്ക് ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്, അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗ്, ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള വിവിധ മോഡൽസുകൾ വിശദീകരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ. അപ്പൊ ഇനി അങ്ങോട്ട് പറയുന്നത് എന്തായാലും
പ്യൂർലി മാത്തമാറ്റിക്കൽ ആൻഡ് ടെക്നിക്കൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ഇല്ല എങ്കിൽ നമുക്ക് ഇതിൽ യഥാർത്ഥത്തിൽ വ്യാപാരം നടത്താൻ സാധിക്കും. അപ്പൊ അതിനുള്ള കുറച്ച് ബേസിക് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ഇനി തരാൻ ഉദ്ദേശിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ക്യാഷ് മാർക്കറ്റിൽ അതിന് വലിയ പോസിബിലിറ്റി ഇല്ല. ക്യാഷ് രണ്ട് മാർക്കറ്റ് ഉണ്ട്, ക്യാഷ് മാർക്കറ്റ് ഉണ്ട്, വേർ ആക്ച്വൽ സെക്യൂരിറ്റീസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് ഉണ്ട്. അത് നമ്മള് അതാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ എവിടെ നടക്കുള്ളൂ? ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നടക്കണം. അതായത് സ്റ്റോപ്പ് ലോസ് സ്വീപ്പിംഗ് എന്ന് പറയുന്ന ലത്തീഫ് സാഹിബ് പറഞ്ഞ ഈ ടെക്നിക്ക് എവിടെ നടക്കുള്ളൂ? നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഇൻട്രാഡേ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് വീണ്ടും സെയിം ഉദാഹരണം, 100 റിലയൻസ് ഷെയർസ് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അത് മേടിച്ചിട്ട് അവിടെ വെച്ചിരിക്കുക. നിങ്ങൾ മാർക്കറ്റിലുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഒരു ഓർഡേഴ്സ് മാർക്കറ്റിൽ ഇട്ടില്ല. പിന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ആരുടെയാണ് കട്ട് ചെയ്യുന്നത്? രാവിലെ കുറച്ച് ഷെയർസ് മേടിച്ചു, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ചെയ്യണം. അതെ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് റെഡി, അത് ഓക്കെ. വോള്യം ഉണ്ടാവും. അതിന് ആദ്യം ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാരുടെ പ്രാക്ടീസ് ആണ് രണ്ടാമത്തെ പ്രാക്ടീസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി? ഓക്കെ. അപ്പൊ അതിങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്ത് പോവാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി പ്രോപ്പർ പ്രാക്ടീസ് അല്ല. ആദ്യം ഒരു ഗ്രൂപ്പ് അത് ചെയ്യുന്നു, അതിന്റെ റെസ്പോൺസ് ആയിട്ട് വേറൊന്നും വരുന്നു. ഇൻഡയറക്ട്ലി നമ്മൾ എങ്ങനെയാണ് അതിന്റെ ബെനിഫിഷ്യറീസ് ആവുന്നത്? മൂവ്മെന്റ് അതുകൊണ്ട് മാത്രമല്ല. The primary reason why stock prices move is because of earnings. Earnings കൊണ്ട് മാത്രമാണ് സ്റ്റോക്ക് പ്രൈസസ് മുകളിലേക്ക് പോകുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? വളരെ മൈക്രോ ടൈം ഫ്രെയിംസിൽ നടക്കുന്ന സംഗതികളാണ്. ഇത് അവിടെ മാത്രമല്ല. അപ്പൊ ഉദാഹരണത്തിന് കമ്മോഡിറ്റീസിലേക്ക് തന്നെ നമ്മൾ വരും. അപ്പൊ ഒരു സംഗതിയുടെ ഇംപ്രോപ്പർ ട്രേഡിംഗ് പ്രാക്ടീസസ് ഒരു സ്ഥലത്തുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ മൊത്തം മാർക്കറ്റ് നിലനിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉദാഹരണത്തിന് പഞ്ചസാരയിൽ കരിഞ്ചന്ത ഒരാൾ നടത്തുന്നു. കരിഞ്ചന്ത എന്ന് പറയുന്നത് പഞ്ചസാര മാർക്കറ്റിന്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അതൊരു എക്സെപ്ഷനാണ്. നമ്മൾ ഈ പറയുന്നതൊക്കെ എക്സെപ്ഷൻസ് ആണ്. ദാറ്റ് ഈസ് നോട്ട് ദി റീസൺ വൈ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ദേർ. അപ്പൊ അതിലുള്ള പാർട്ടിസിപ്പൻസിന്റെ ഔട്ട്ലുക്ക് ആണ് പ്രശ്നം. അതിലുള്ള പാർട്ടിസിപ്പൻസിന് പ്രോപ്പർ ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ, റെഗുലേറ്ററി കൂടുതൽ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഇത്തരം പ്രാക്ടീസസ് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയും. ഇത്തരം ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കൺഡ്യൂസീവ് ആയിട്ട് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. അതില്ലെങ്കിലും പ്രൈസസ് മൂവ് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം പ്രൈമറി റീസൺ വൈ സ്റ്റോക്ക് പ്രൈസസ് ഗോ അപ്പ് ഈസ് ബിക്കോസ് ഓഫ് ദി ഗ്രോത്ത് ഇൻ ഏർണിംഗ്സ്.
ഗ്രോത്ത് ഇൻ ഏർണിംഗ്സ് ഉള്ളിടത്തോളം പ്രൈസ് മുകളിലേക്ക് പോകും. ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ റൂളാണ്. അപ്പോ അത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി പറയുമ്പോൾ വ്യക്തത ഉണ്ടാകും. അതായത് 12:30 വരെയാണ് നമുക്ക് സമയമുള്ളത്. നമുക്ക് മുഴുവൻ കാര്യങ്ങളും പറയാൻ ഒരുപാട് സമയം വേണം. അപ്പൊ മേ ബി ഒരു സെഷനും കൂടെയൊക്കെ വേണ്ടി വരാം. അങ്ങനെ നമുക്ക് ചെയ്തു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ സംഗതി, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തി അയാൾക്ക് അടിസ്ഥാനപരമായി വേണ്ട ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ്. എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്? ഷെയറുകളുടെ, ഓഹരികളുടെ ഫണ്ടമെന്റൽസിനെ മനസ്സിലാക്കാനുള്ള കുറച്ച് ടൂൾസ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസിലുള്ളത്. ഷെയർസ്, സ്റ്റോക്സ്, കമ്പനീസ് ഇതൊക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ബിസിനസ് ഉള്ളതുകൊണ്ട് അല്ലെ? അത് ഒരു വ്യാപാരം ചെയ്യുന്നു. വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ടേംസിൽ ഒരു സാധനങ്ങൾ വിൽക്കുന്നു, അതിനൊരു പ്രൈസ് ചാർജ് ചെയ്യുന്നു. ആ ചാർജ് ചെയ്യുന്ന പ്രക്രിയയിൽ നിങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടാകുന്നു അല്ലെ? നിങ്ങൾ എംപ്ലോയീസിന് പൈസ കൊടുക്കുന്നു, മറ്റ് എക്സ്പെൻസുകൾ, ഇതെല്ലാം കഴിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ഉണ്ടാകണം. ഇതുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു ബിസിനസ്സും സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇത് സിമ്പിൾ ബിസിനസ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അത് ചെറിയൊരു കടയാണെങ്കിലും ശരി, വലിയൊരു $multi-billion ബിസിനസ് ആണെങ്കിലും ഈ ഒരു ഇക്വേഷൻ ഇല്ല എങ്കിൽ എന്തുണ്ടാവില്ല? ബിസിനസ്. അപ്പൊ ബേസിക്കലി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഒരു ഓഹരി വാങ്ങുമ്പോൾ ഞാൻ എന്താണ് വാങ്ങുന്നത്? നിങ്ങൾ വാങ്ങുന്നത് ഒരു കമ്പനിയുടെ ഓഹരിയാണ്. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പനിയുടെ അസറ്റ്സിലും ലയബിലിറ്റീസിലുമുള്ള ഒരു പാർട്ടിസിപ്പേഷൻ. A share is the representation of the assets and liabilities of the company. Okay. ഇതാണ് ഞാൻ വാങ്ങുന്നത് എങ്കിൽ അതിൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ സംഗതി നടക്കണം. ഒരു കമ്പനി ഉണ്ടാകുക, അതിനൊരു കച്ചവടം ഉണ്ടാകുക, അത് വിൽക്കുന്ന സാധന സേവനങ്ങൾക്ക് ഒരു വില ഈടാക്കാൻ അതിന് സാധിക്കുക. ആ പ്രക്രിയയിൽ തീർച്ചയായും അതിന് ഒരുപാട് ചെലവുകൾ ഉണ്ടാകും. ആ ചെലവ് കഴിച്ചുകൊണ്ട് ഒരു സർപ്ലസ്, ഒരു ഇക്കണോമിക് സർപ്ലസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആ കമ്പനിക്ക് ഉണ്ടാവുക. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സംഗതി. പക്ഷേ നമ്മൾ ഇത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കുറച്ച് ടേംസ് പറയാം. ഈ ടേംസ് അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാകും, കുറെയൊക്കെ ട്രേഡ് ചെയ്ത് പരിചയമുള്ള, അതൊക്കെ അനലൈസ് ചെയ്ത് ആളുകൾ ഉണ്ടാകും. എന്നാൽ ഈ ടേംസിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ ടേംസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഞാൻ പറയാൻ പോകുന്ന ഈ ടേംസ് നേരത്തെ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കമ്പനികൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഒരു കമ്പനിയുടെ ഷെയറുകൾ മേടിക്കാൻ പോകുമ്പോൾ എല്ലാ ദിവസവും ആ കമ്പനിയിലേക്ക് പോയിട്ട് ഇന്നലത്തെ പ്രോഫിറ്റ് എന്താ, കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഫിറ്റ് എന്താ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അതിനെന്തുണ്ട്? ക്വാർട്ടർലി റിപ്പോർട്ട്സ് ഉണ്ടാവും, ആനുവൽ റിപ്പോർട്ട്സ് ഉണ്ടാവും. ഇത് പബ്ലിക് ഡൊമൈൻസിലേക്ക് കമ്പനികൾ നൽകുന്നു. അത് ഓഡിറ്റഡ് ആണ്. ഈ റിപ്പോർട്ട്സിൽ നിന്നും, അത് ഓഡിറ്റ് ചെയ്യുന്ന ആളുകളുടെ റിപ്പോർട്ട്സിൽ നിന്നും, ആനുവൽ റിപ്പോർട്ട്സിൽ നിന്നുമാണ് ഒരു കമ്പനിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അഡീഷണൽ വിവരങ്ങൾ എവിടുന്ന് കിട്ടും? കമ്പനി ഫാക്ടറീസ് വിസിറ്റ് ചെയ്യുന്നതിലൂടെ കിട്ടും. അതുപോലെ തന്നെ അതിന്റെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ കുറിച്ച് അന്വേഷണം നടത്തുന്നതിലൂടെയൊക്കെ നമുക്ക് അധിക വിവരങ്ങൾ കിട്ടും. പക്ഷെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള, ഈ റൂമിലുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ സോഴ്സസ് അറിയാമെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ത്? കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് റീഡ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടൂൾസ് ആണ് നമ്മൾ ഇനി പറയുന്നത്. ആ ടൂൾസ് ആണ് എവിടെ ഉള്ളത്? ഫണ്ടമെന്റൽ അനാലിസിസ് ഉള്ളത്. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനിയെ മനസ്സിലാക്കുക. അത് ഇൻവെസ്റ്റിബിൾ ആണോ ഫോർ യു, അതും പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് മെറ്റീരിയലൈസ് ചെയ്യാൻ ഈ കമ്പനിയിലെ ഇൻവെസ്റ്റ്മെന്റ് ഉതകുമോ എന്നുള്ള അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് ടൂൾസ് നമ്മൾ പെട്ടെന്ന് ഈ ടേംസ് എങ്കിലും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ചെറിയൊരു എക്സസൈസ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഏർണിംഗ്സ് പെർ ഷെയർ. എന്താണ് ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്? കാരണം അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ഏർണിംഗ്സ് പെർ ഷെയർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഓരോ ഷെയറിലും എത്ര കറക്റ്റ്. അപ്പൊ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്താ വാങ്ങിക്കുന്നത്? കമ്പനിന്റെ
സിമ്പിൾ, ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഇതൊന്നും ഒട്ടും കോംപ്ലക്സ് ആയി. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കണമല്ലോ. ഞാൻ കമ്പനിന്റെ എന്താ മേടിക്കുന്നത്? ഷെയറാണ് മേടിക്കുന്നത്. ഒരു ഷെയർ മേടിച്ചാൽ ഒരു ഷെയറിൽ എത്ര ഉറുപ്പ്യ ഏർണിംഗ്സ് ഇരിക്കും? സിമ്പിൾ ചോദ്യം. അത് ചോദിക്കുന്ന മെട്രിക് ആണെന്ന് ഏർണിംഗ്സ് പെർ ഷെയർ. ഏർണിംഗ്സ് പെർ ഷെയർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദി കമ്പനി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അപ്പൊ ഓരോ ഓഹരിയിലും ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടും. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എവിടുന്ന കിട്ടാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടാവും. ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, നമുക്ക് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും. അപ്പോ ഒരു കമ്പനിയുടെ അറ്റാദായം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, ഇൻട്രസ്റ്റ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ എല്ലാം കഴിച്ച് ബാക്കി കയ്യിലുള്ള പൈസക്കാണ് എന്ത് പറയുന്നത്? പൈസയല്ല, സർപ്ലസിനാണ് എന്ത് പറയുന്നത്? അതിനെ കമ്പനി ഉണ്ടാക്കിയ വാല്യൂ ക്രിയേഷൻ പ്ലസ് ഷെയർ മാർക്കറ്റ് കിട്ടിയ പ്രീമിയം കൂടി ചേർത്തായിരിക്കില്ല അത്. ആ കമ്പനി ഉണ്ടാക്കിയ ഏത് ഇൻഡസ്ട്രിയിൽ ആണോ ആ ഇൻഡസ്ട്രിയിൽ അതിന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ. സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീലിന്റെ ആക്ടിവിറ്റീസിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് പ്ലസ് ഷെയർ മാർക്കറ്റിൽ അത് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രീമിയം. ഇല്ല, അതൊന്നുമില്ല. പ്രവർത്തന ലാഭം. പ്രവർത്തന ലാഭം. മലയാളത്തിൽ പറഞ്ഞ അറ്റാദായം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആണ്. സെയിൽസ്, ഒരു വർഷത്തെ സെയിൽസ് എടുക്കുക, അതിൽ നിന്ന് ഡയറക്റ്റ് എക്സ്പെൻസസ് കഴിക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കഴിക്കുക, പിന്നെ ടാക്സ് കഴിക്കുക. ഇതെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് നമ്മൾ പറയുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? കമ്പനി പ്ലോട്ട് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു ഓഹരിയിൽ എത്ര രൂപ ലാഭം കിട്ടിയെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ എത്ര ഓഹരി ഉണ്ട് എങ്കിൽ അതേ ഇൻറ്റു അത്രയും ഓഹരിയാണ് നിങ്ങളെ. സിമ്പിൾ. ഓക്കെ, ഇതിൽ സംശയമൊന്നുമില്ലല്ലോ. റവന്യൂ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഷൻ. ഒരു കമ്പനി ഇന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കണം, എല്ലാ കാലത്തും പ്രോഫിറ്റ് ഉണ്ടായിക്കൊള്ളണം എന്നുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രികളിലാണെങ്കിൽ എന്തിനാണ് സാധ്യത? ലാഭം കുറഞ്ഞു, സെയിൽസ് കുറഞ്ഞു വരും. ആ കമ്പനി ഒബ്സൊലീറ്റ് ആവും, ആ കമ്പനി പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ട്. ടൈപ്പ് റൈറ്റർ ഇന്നുണ്ടോ? ഇല്ല. ടൈപ്പ് റൈറ്റർ ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഒരുപാട് ലീഡിംഗ് കമ്പനീസ് ഉണ്ടാകും. അപ്പോ ഈ ടൈപ്പ് റൈറ്റർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ടൈപ്പ് റൈറ്റർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ചുരുങ്ങും. അപ്പോ റവന്യൂ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കൺസിഡറേഷൻ. എന്താണ് നമ്മളത് അങ്ങനെ നോക്കാനുള്ള കാരണം? ഗ്രോയിങ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചർ ആണെങ്കിൽ, ഇനി അതിനുള്ള സാധ്യത എന്താണ്? അതിന്റെ റവന്യൂ കൂടാനാണ് സാധ്യത. കാരണം വരുന്ന ഒരുപാട് വർഷങ്ങളിലേക്ക് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഡിമാൻഡ് വർദ്ധിക്കാനാണ് സാധ്യത. അങ്ങനെയുള്ള ഇനി എക്സ്പാൻഷൻ പോസിബിലിറ്റിയുള്ള കമ്പനീസിലാണല്ലോ അപ്പൊ റവന്യൂ എക്സ്പാൻഷൻ ഉണ്ടോ എന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ ഓരോ വർഷം പിന്നിടുമ്പോഴും വളർന്നു വരുന്ന ഒരു കമ്പനിയുടെ റവന്യൂ കൂടുകയാണ് ചെയ്യുക. ഈ ക്യാരക്ടറിസ്റ്റിക് എവിടെ ഉണ്ടാകണം? നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഉണ്ടാവണം. അതെങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഇപ്പൊ 2024 സെയിൽസ് ഇത്രയാണ്, 2025 റവന്യൂ ഇത്രയാണ്. എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഒരു ആവറേജ് നമ്മൾ മെഷർ ചെയ്യുക? ഈ വർഷത്തെ സെയിൽസ് മൈനസ് കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഡിവൈഡഡ് ബൈ കഴിഞ്ഞ വർഷത്തെ സെയിൽസ് ഇൻറ്റു 100. സിമ്പിൾ പെർസെന്റേജ്. അതായത് ഇപ്പോ ഈ വർഷം 120 കോടി, കഴിഞ്ഞ വർഷം 100 കോടി, 120 കോടി മൈനസ് 100 കോടി, 20 കോടി ഡിവൈഡ് ബൈ ബേസ് എത്രയാണ്? 100 കോടി ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20%. ഇത് സിമ്പിൾ ആവറേജ് ആണ്. സാധാരണഗതിയിൽ ഓവർ മൾട്ടിപ്പിൾ ഇയേഴ്സ് നമ്മൾ ഇത് മെഷർ ചെയ്യുമ്പോൾ എന്താ ചെയ്യാം? കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഉദാഹരണത്തിന് 2020 100 കോടി, അടുത്ത വർഷം 21 110, 22 135, 23 150,
24 മിനിറ്റ് ഇങ്ങനെ വന്നാൽ എങ്ങനെ ആവറേജ് സിമ്പിൾ അഡിറ്റീവ് ആവറേജ് പക്ഷെ അത് അത്ര അക്യുറേറ്റ് ആണ് കാരണം അത് കോമ്പൗണ്ടിങ് ചെയ്യുന്നില്ല. അതിനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡിങ് വാല്യൂ ഡിവൈഡഡ് ബൈ ബിഗിനിങ് വാല്യൂ ഹോൾ റേസ് ടു 1/n മൈനസ് 1. ഇതാണ് ഓവർ എ മൾട്ടിപ്പിൾ പീരിയഡ് ഓഫ് ടൈം ഒരു സംഗതിയുടെ ഗ്രോത്ത് നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്റെ ഫോർമുല എന്താണ്? CAGR ഫോർമുല നിങ്ങൾ സെർച്ച് ചെയ്യണം. ഫോർമുല ഇതാണ് എൻഡിങ് വാല്യൂ ഡിവൈഡ് ബൈ ബിഗിനിങ് വാല്യൂ ഹോൾ റേസ് ടു 1/n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് മൈനസ് 1. ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിഗർ കിട്ടും. അത് എന്തായിരിക്കണം? കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത്. ഇത് മനസ്സിലായല്ലോ? ഇതാണ് പിന്നെ നോക്കേണ്ട ഒരു സംഗതി. റിട്ടേൺ ഓൺ ഇക്വിറ്റി. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു മെട്രിക്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക്. ഈ ഒരു 10-15 കാര്യം, ഒരു 5-6 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരാൾക്ക് എന്താകാം? വളരെ ഡീസന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആകാം. ഇത് ഭയങ്കരമായ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള സംഗതിയാണ് ഇൻവെസ്റ്റ്മെന്റ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താ? ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റേസ് ചെയ്യാൻ 2 വഴികളേ ഉള്ളൂ ലോകത്ത്. മൂന്നാമതൊരു വഴി, ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി, 2 ഡെറ്റ്. ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ഡെറ്റ്. ഓക്കെ. ഇക്വിറ്റി റിട്ടേൺ ഓൺ ഇക്വിറ്റി മെഷർ ചെയ്യുന്നത് എന്താണ്? അതായത് ഒരു കമ്പനിയുടെ കയ്യിൽ ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റും. അപ്പൊ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്താ മെഷർ ചെയ്യുക? ROCE. ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനിൽ എത്ര പെർസെന്റേജ് റിട്ടേൺ ഉണ്ട്? ഇക്വിറ്റി മെഷർ ചെയ്യുന്നത് നമ്മൾ ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണല്ലോ, നമ്മൾ കടക്കാരല്ല, നമ്മൾ ബാങ്ക്, നമ്മൾ ഇക്വിറ്റി ഹോൾഡേഴ്സ് ആണ്. ഇക്വിറ്റിയിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ പൈസയിൽ എത്ര റിട്ടേൺ ഉണ്ടാക്കി? ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നെറ്റ് ഇൻകം പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു divided by shareholders equity into 100. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റി കൊണ്ട്. അവിടെ എമൗണ്ട് ആണ്, നമ്പർ ഓഫ് ഷെയർസ് അല്ല. 100 കോടി 1000 കോടി ക്യാപിറ്റൽ. 100 കോടി ഡിവൈഡഡ് ബൈ 1000 കോടി ഇൻറ്റു 100, 10%. സിമ്പിൾ കാൽക്കുലേഷൻ. മനസ്സിലായില്ലേ എല്ലാവരും? അപ്പൊ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്താകണം? കൂടുകയാണ് വേണ്ടത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലുള്ള കമ്പനികൾ പൊതുവേ നല്ല കമ്പനികളാണ് എന്ന് പറയാം, പക്ഷെ എപ്പോഴും പറയാം. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു സംഗതി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 60% ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അയാൾക്ക് മനസ്സിലായി എന്ന് നമുക്ക് പറയാം. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. എന്താ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് പ്രൈസ് ഓഫ് 1 ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. ഏർണിംഗ്സ് പെർ ഷെയർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ. എങ്ങനെയാണ്? നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ. ആ ഫിഗർ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫിഗറിന് എന്ത് ചെയ്യാം? പ്രൈസിന് ആ ഫിഗർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന മെട്രിക് ആണ് പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. എന്താ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ നമുക്ക് പറഞ്ഞു തരുന്നത്? ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഇന്നത്തെ ഷെയറിന്റെ പ്രൈസ് 100 രൂപ. ഏർണിംഗ്സ് പെർ ഷെയർ എന്തായിരുന്നു? ഒരു ഷെയറിൽ കിട്ടുന്ന പ്രോഫിറ്റ്. ആ 100 രൂപ നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഷെയറിൽ കിട്ടുന്ന പ്രോഫിറ്റ് 10 രൂപയാണെന്ന് വിചാരിക്കും ആ കമ്പനിയുടെ. അപ്പൊ 100/10 എന്തായി? 10. ആ കമ്പനിയുടെ PE 10 ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്? എക്സാക്ട്. അതായത് ഒരു വർഷം ആ കമ്പനി ഉണ്ടാക്കുന്ന ഒരു ഷെയറിലുള്ള അറ്റാദായത്തിന്റെ എത്ര ഇരട്ടിയാണ് അതിന്റെ വില, അല്ലെ? എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് മനസ്സിലാവുക? 2 കമ്പനി, ഒരു കമ്പനിയുടെ പ്രൈസ് 10 രൂപ, ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 10 രൂപ, ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ് 100 രൂപ. ഈ 2 കമ്പനിയിൽ ഏതാണ് ചീപ്പ്? പറയാൻ പറ്റില്ല.
10 രൂപ കൊടുത്തിട്ട് എന്താണ് വാങ്ങണമെന്ന് നമുക്കറിയില്ല, 100 രൂപ കൊടുത്തിട്ട് എന്താണ് വാങ്ങുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അത് പറയാൻ പറ്റും. പക്ഷെ ആളുകൾ എപ്പോഴും എന്താ മനസ്സിലാക്കുക, 10 റുപ്യന്റെ കമ്പനി വളരെ ചീപ്പാണ്. എന്നിട്ട് അവർ 1 റുപ്യന്റെ കമ്പനി ഉണ്ടോ നോക്കും. ഈ 1 റുപ്യന്റെ കമ്പനിന്റെ ഫേസ് വാല്യൂ ഓൾറെഡി 10 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് പെനി സ്റ്റോക്ക് ആയിരിക്കും. ഓൾറെഡി പൊട്ടി പൊളിഞ്ഞ് പാളിസായ കമ്പനിന്റെ ഷെയറുകൾ ഓടിപ്പോയി. കാരണം എന്താണ്, ഏത് ഷെയറാണ് ചീപ്പ് ഏത് ഷെയറാണ് എക്സ്പെൻസീവ് എന്ന് അവർക്ക് ഐഡിയ. ഇനി ഒരു വിവരം കൂടി ഞാൻ പറയാം. 10 രൂപയുടെ കമ്പനിയുടെ EPS എന്ന് പറയുന്നത് 50 പൈസ. 100 രൂപയുടെ EPS എന്ന് പറയുന്നത് 10 രൂപ. ഇതിലേതാണ് ചീപ്പ്? ഏത് കമ്പനിയാണ് ചീപ്പ്, ഏത് കമ്പനിയാണ് എക്സ്പെൻസീവ്? 100 രൂപയുടെ കമ്പനി എന്താണ്? ഏത് കമ്പനിയാണ് ചീപ്പ്, ഏത് കമ്പനിയാണ് എക്സ്പെൻസീവ്? 10 രൂപയുടെ കമ്പനിയുടെ EPS 50 പൈസ, ഏർണിംഗ്സ് പെർ ഷെയർ 50 പൈസ. 100 രൂപയുടെ കമ്പനിയുടെ ഏർണിംഗ്സ് പെർ ഷെയർ 10 രൂപയാണ്. ഇനി പറഞ്ഞു വ്യത്യസ്ത EPS. അപ്പൊ PE റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. ഏതാ 20? 10 രൂപയുടെ കമ്പനിയുടെ ഈ PE റേഷ്യോ 20 ആണ്. ഇതിൻ്റെത് 10 എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കൊടുക്കുന്ന 10 രൂപ മുതലാകാൻ നിങ്ങൾക്ക് 20 വർഷം എടുക്കും. എന്താ കാരണം? ആ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെച്ചിട്ട് കിട്ടിയ പൈസയാണ് എന്ത്? ഏർണിംഗ്സ് പെർ ഷെയർ. അത് 50 പൈസ. 10 രൂപ കൊടുത്താൽ ഒരു വർഷം നിങ്ങൾക്ക് എത്ര കിട്ടുക? ആ ഷെയറിൽ 50 പൈസ കിട്ടുക. 50 പൈസ കൊടുത്തിട്ട് 10 രൂപ മുതലാകണമെങ്കിൽ എത്ര കൊല്ലം വേണം? 20 കൊല്ലം. മറ്റേത് 100 രൂപയാണ്. ആ 100 രൂപക്ക് ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തിരിച്ചു കിട്ടാം? 10 രൂപ. 10 രൂപ വെച്ചിട്ട് 100 രൂപ ആകാൻ എത്ര വർഷം വേണം? 10 വർഷം. നെറ്റ് പ്രോഫിറ്റ് ഇയർലി. അതിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. ഇയറിന്റെ PE റേഷ്യോ എന്ന് പറയുന്നത് ഇയർ തന്നെയാണല്ലോ. PE റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഫോർമുല? PE റേഷ്യോ എന്ന് പറയുന്നത് ഒരു റണ്ണിംഗ് മെട്രിക് ആണ്. അതെ, ഇത് മാറുന്ന പറയുന്നത്. മാറിക്കോട്ടെ. നമ്മൾ എല്ലാം മെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക് ഇത് വെച്ചിട്ടല്ലേ, ഡാറ്റ വെച്ചിട്ടല്ലേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കറണ്ട് ഇയറിൽ മാത്രമല്ല, നമുക്ക് ട്വീറ്റ് ചെയ്യുകയും ചെയ്യാം, ക്വാർട്ടറിൽ എടുക്കാം. പക്ഷെ നമ്മളെല്ലാ അനാലിസിസും ബേസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ഫണ്ടമെന്റൽ അനാലിസിസ് ആണെങ്കിലും ഹിസ്റ്റോറിക് ഡാറ്റയിൽ മാത്രമേ എല്ലാ അനാലിസിസും ബേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റ സംഗതിയുള്ളൂ. അതായത് ഹിസ്റ്ററി ഈസ് എ ഗുഡ് പ്രഡിക്ടർ ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു അനാലിസിസ് നടത്തുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഈ രീതിയിലായിരുന്നു, അത് അടുത്ത 10 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള കൺഡ്യൂസീവ് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന പെർഫോമൻസ് ഭാവിയിലേക്ക് നമുക്ക് കിട്ടും എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു സ്റ്റുഡന്റിന്റെ അക്കാഡമിക് പെർഫോമൻസ് എന്ത് പറഞ്ഞു തരുന്നു? ഒരു സ്റ്റുഡന്റിന്റെ 2-3 വർഷത്തെ അക്കാഡമിക് പെർഫോമൻസ് നിങ്ങൾ എടുത്തു. ദാറ്റ്സ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ദി ഫ്യൂച്ചർ. അങ്ങനെ അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഗ്രോത്ത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ PE റേഷ്യോ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. PE റേഷ്യോ എന്ന് പറയുന്നത് എന്തല്ല, ഗ്രോത്ത് ഇൻവെസ്റ്റിംഗിൽ ഒരു മെട്രിക് അല്ല. ഹൈ PE ആയിരിക്കും ഗ്രോത്ത് കമ്പനീസ് ഒക്കെ. അതല്ലാന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ചെയ്യുന്നത്
നമുക്ക് അനാലിസിസിന് വേണ്ട കുറച്ച് ബേസിക് ടൂൾസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗ്രോത്ത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം PE എന്ന് പറയുന്നത് റിലയബിൾ ആയിട്ടുള്ള മെഷർ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഒരു വാല്യൂ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം PE ഈസ് എ വെരി ഇമ്പോർട്ടന്റ് മെട്രിക്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അതേപോലെ എല്ലാ ടൂൾസും എല്ലാവർക്കും അപ്ലിക്കബിൾ ആകുന്നില്ല. ഇപ്പൊ ഡിവിഡൻഡ് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഹൈ PE എന്ന് പറയുന്ന ഒരു ഫാക്ടറി അല്ല. മാറും, നെറ്റ് പ്രോഫിറ്റ് മാറുന്നതിനനുസരിച്ച് മാറും. പക്ഷെ ഇറ്റ്സ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ദാറ്റ് വാട്ട് ഈസ് ദി വാല്യുവേഷൻ ഓഫ് എ കമ്പനി. അതൊരു ഹൈ വാല്യുവേഷൻ കമ്പനിയാണോ ലോ വാല്യുവേഷൻ കമ്പനിയാണോ എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു മെട്രിക് മാത്രമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ.